നിലമ്പൂർ ചന്തക്കുന്നിൽ നിന്നാണ് ഇന്നിപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ മാസ് ആരംഭിക്കുന്നത്. നമുക്കറിയാം, അപ്രതീക്ഷിതമായി എത്തിയ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വീറും ആവേശവും വാശിയും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കാൻ തന്നെയാണ് ഇവിടെ എത്തിയത്. എന്തായാലും ഇന്നിപ്പോൾ പെരുന്നാളാണ്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയൊരു ജനാവലിയുടെ ഒരു സാഹചര്യമൊന്നും നമുക്ക് ഈ നിലമ്പൂരിലെങ്കിലും മൊത്തത്തിൽ കാണാനില്ല. എന്നിട്ട് പോലും വലിയൊരാൾക്കൂട്ടം നമുക്കിവിടെ ഈ പൊളിറ്റിക്കൽ മാസിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഉള്ളിൽ ആ ആവേശമുണ്ട്. പുറമേക്ക് വലിയ ആവേശമൊന്നും നമ്മൾ കാണുന്നില്ലെങ്കിൽ കൂടി വലിയ ആവേശം ആളുകൾക്കുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇതേ സ്ഥലത്ത് നിന്ന് നമ്മൾ പൊളിറ്റിക്കൽ മാസ് ചെയ്തിരുന്നു. അന്ന് വലിയ ജനാവലിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, വലിയ ആവേശമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് ആളുകൾക്കൊരു വിമുഖത ഈ തെരഞ്ഞെടുപ്പിനോട് ഉപതെരഞ്ഞെടുപ്പിനോട് ഉണ്ടോ എന്നതും ഒരു സംശയമാണ്. എന്തായാലും നമുക്ക് ഇതിപ്പോൾ അനാവശ്യമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണെന്ന് ഞാൻ പറഞ്ഞതല്ല, അങ്ങനെ ഒരു തോന്നലുള്ളത് കൊണ്ട് ആളുകൾ വരാത്തതാണോ എന്നുള്ള ഒരു ചിന്ത കൂടി നമ്മൾ പങ്കുവയ്ക്കുകയാണ്. ഇന്നെന്തായാലും ഈ പൊളിറ്റിക്കൽ മാസിൽ നമുക്ക് പങ്കെടുക്കാനുള്ളത്, നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് UDF പ്രതിനിധീകരിച്ചുകൊണ്ട് TP അഷ്റഫ് അലിയാണ്, LDF പ്രതിനിധീകരിച്ചുകൊണ്ട് VK സനോജാണ്, PV അൻവറിനെ തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആറ്റക്കോയ തങ്ങളാണ്, BJP പ്രതിനിധീകരിച്ചുകൊണ്ട് NDA പ്രതിനിധീകരിച്ചുകൊണ്ട് TK അശോക് കുമാറുമാണ്. നമുക്കെന്തായാലും ഇവിടെ PV അൻവർ ആയിരുന്നല്ലോ ഇവിടുത്തെ MLA, അതുകൊണ്ട് PV അൻവറിൻ്റെ പ്രതിനിധിയിൽ നിന്ന് തൽക്കാലം അങ്ങ് തുടങ്ങാം എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ആളുകളുടെ ഒരു ആവേശക്കുറവ് ഇവിടെ വരുമ്പോൾ നമുക്ക് കൃത്യമായി ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയൊരു ആവേശം ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ആവേശം എന്തോ കാണുന്നില്ല. ഇനി എനിക്ക് ബോധ്യമാവാത്തതാണോ, ശരിക്കും വലിയൊരു ആവേശമുണ്ടോ, അതോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു അനാവശ്യ തെരഞ്ഞെടുപ്പ് എന്നുള്ള തോന്നൽ ആളുകൾക്കുണ്ടോ? ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച ന്യൂസ് മലയാളത്തോടും മറ്റുള്ളവരോടും ഞാൻ കൃതജ്ഞനാണ്. ആവേശമില്ല എന്ന് പറഞ്ഞുകൂടാ, ഇന്ന് പെരുന്നാളാണ്. ആ പെരുന്നാളിൻ്റെ ചില ദൗർബല്യങ്ങൾ നമ്മളെ മോശമല്ല, ആൾക്കൂട്ടം അത്ര മോശമൊന്നുമല്ല എങ്കിൽ കൂടി ഒരു ക്രൗഡായിട്ട് ഏറെ ആളുകളെ കാണാത്തതിൻ്റെ പ്രധാന കാരണം അതാണ്. ആവേശത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആവേശത്തിന് അഥവാ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഓൺലി ബിക്കോസ് ഓഫ് LDF ആൻഡ് UDF. ഇല്ല, ആളുകൾ വിചാരിക്കില്ല ഈ 2026 ഏതായാലും ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്, അപ്പോൾ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് PV അൻവറാണ്, തൃണമൂൽ കോൺഗ്രസ് ആണ്. യെസ്, വളരെ കൃത്യമായ ചോദ്യമാണത്. വിവേകിയായ ഒരാൾ ശരിയുത്തരങ്ങൾ പറയുന്നതിന് പകരം അയാൾ ഉന്നയിക്കുക ശരിയായ ചോദ്യങ്ങളാവും. ഇപ്പോൾ പിന്നെ നിങ്ങളുടെ പരിപാടിയുടെ പ്രൊമോ വീഡിയോയിൽ നിങ്ങൾ പറയുന്നത് എന്താ? പ്രൈസ് ഓഫ് ജസ്റ്റിസ് ഈസ് എറ്റേണൽ പബ്ലിസിറ്റി. ആർണോൾഡ് ബെന്നറ്റ് പറഞ്ഞ പോലെ സത്യത്തിൻ്റെ വില നിതാന്തമായി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. വിയോജിപ്പുകൾ ഉണ്ടാവും, എന്നാലും നിർഭയം പറഞ്ഞാൽ പോരെ, ഇറങ്ങി പോകണോ എന്നുള്ളതാണ് ചോദ്യം. അത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. വളരെ 2 മിനിറ്റിനകത്തും പറഞ്ഞു തീർക്കാൻ കഴിയും. തീർക്കണം 2 മിനിറ്റ് തീർക്കണം, അത് കഴിഞ്ഞിട്ട് അടുത്ത ആളിലേക്ക് പോകണം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എന്താ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഷൗക്കത്തിന് പകരം VD സതീശനോ, അല്ലെങ്കിൽ സ്വരാജിന് പകരം സഖാവ് പിണറായി മുഖ്യമന്ത്രിയോ, അല്ലെങ്കിൽ PV അൻവറിന് പകരം തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജിയോ വന്ന് മത്സരിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം അതല്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ PV അൻവർ മുന്നോട്ട് വെച്ച വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുടെ മെരിറ്റിലേക്ക് വരൂ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പുതിയ മുഹൂർത്തത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളെ കാണണ്ട. PV എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വന്നു? ആ വിഷയങ്ങളുടെ മെറിറ്റ് തന്നെയല്ലേ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ ചർച്ച ചെയ്തത്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇതേ മെറിറ്റ് നമ്മൾ ചർച്ച ചെയ്തു. നിലമ്പൂരിലെ വിഷയം അല്ല, ഓരോ തെരഞ്ഞെടുപ്പിലും ആ മട്ടിൽ ഓരോ സാധ്യത ഉണ്ടാക്കി അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വേറൊന്നാണ്. അതുപോലെ തന്നെ മറ്റു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ മറ്റു വിഷയങ്ങളാണ്. ഈ നിലമ്പൂരിലേക്ക് വരൂ. എന്തുകൊണ്ട് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നു? എന്താണ് അതിലേക്ക് നയിച്ച കാര്യകാരണങ്ങൾ? ഒരുപാട് ജനപ്രതിനിധികളുണ്ട്. പണ്ട് വോൾട്ടേർ പറഞ്ഞ പോലെ ജനപ്രതിനിധികളെ മനസ്സിലാക്കും തോറും ഞാൻ എൻ്റെ പട്ടിയെ പൂഴ്ത്താൻ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ചില ജനപ്രതിനിധികൾ ജീവിതകാലം മുഴുവൻ മരണം വരെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി 2016 2021 PV അൻവർ മത്സരിക്കുന്നു, അദ്ദേഹം ജയിക്കുന്നു. ജയിച്ചതിന് ശേഷം ആസ് എൻ MLA എന്നുള്ള നിലയിൽ അയാളുടെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെയും
വിശിഷ്യ ഈ ജില്ലയിലെയും വളരെ ജീവത്തായ വിഷയങ്ങൾ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും മുഖ്യമന്ത്രിയുടെയും എല്ലാം മുന്നിൽ വെക്കുന്നു. പക്ഷേ അവർ കുറ്റകരമായ അനാസ്ഥ കാണിച്ചു. ഇവിടെ വൻ വികസനം വന്നു എന്നും ഈ മണ്ഡലത്തിന് വലിയ പരിഗണന കിട്ടിയെന്നും ഒക്കെ തന്നെയാണ് അദ്ദേഹം ഈ കഴിഞ്ഞ എന്താണ് അദ്ദേഹം രാജിവെച്ചിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ആ പരിഗണന ഇല്ല എന്നെങ്ങനെയാണ് പറയാൻ പറഞ്ഞു വരുന്നത്? മുഖ്യമന്ത്രിയോ കേരളത്തിലെ LDF ഭരണകൂടമോ PV അൻവറിന്റെ മണ്ഡലത്തെ നിരാകരിച്ചു, അവഗണിച്ചു എന്ന വിഷയം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടില്ല. അദ്ദേഹം കാളികാവിലെ LC സെക്രട്ടറി ഓഫ് പോലീസ് അദ്ദേഹത്തിൻ്റെ ടിപ്പർ പിടിച്ചപ്പോൾ ആ ടിപ്പറും നിൻ്റെ ജീവിതവും ഞാൻ കുളിപ്പിച്ച് കിടത്തും എന്ന് പറഞ്ഞ വണ്ടൂർ CI ഉണ്ട്. ഇവിടുത്തെ മോട്ടോർ സൈക്കിളുകാർ, ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാർ, ഇവിടുത്തെ മലയോര നിവാസികൾ, ഇവിടുത്തെ കർഷകർ, ഇവിടുത്തെ മലപ്പുറം ജില്ലയിലെ സവിശേഷ വിഷയങ്ങൾ അതെല്ലാം വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു സമര പോരാട്ടത്തിന്, അതായത് അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് എത്തുമ്പോഴേക്ക് അത് ചേലക്കരയിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾക്ക് അപ്പുറത്തുള്ള ചില വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഞാൻ അങ്ങനെ തന്നെ അങ്ങ് കരുതി അടുത്ത ആളിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. അഷ്റഫ് അലി, ഇതിപ്പോൾ UDF സംബന്ധിച്ചിടത്തോളം 2026 വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നേരിടാൻ പോവുകയാണ്. വളരെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ്. കാരണം ഒരു ചരിത്രത്തിലാദ്യമായി ഈ മട്ടിൽ ഒരു രണ്ടാം സർക്കാർ LDFൻ്റേത് അധികാരത്തിൽ വന്നു. അതുവരെ മൂന്നാം സർക്കാർ വരുമെന്നൊക്കെ വലിയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ പരമാവധി ശക്തി ആർജിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ശക്തി ആർജിക്കേണ്ട ഒരു സാഹചര്യത്തിൽ അൻവറിനെ ഒപ്പം കൂട്ടാതെ ഒറ്റയ്ക്ക് തന്നെ നിന്നേക്കാം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വേണ്ടിയിരുന്നോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആ ചുട്ടുപൊള്ളുന്ന വേദിയിലേക്ക് എത്തുമ്പോൾ എന്താ തോന്നുന്നത്? UDF ഇവിടെ സുസജ്ജമാണ്. ഞങ്ങൾക്കിവിടെ രാഷ്ട്രീയപരമായ മത്സരം LDFുമായി നടത്താൻ എന്തുകൊണ്ടും UDFൻ്റെ സംവിധാനങ്ങൾ തന്നെ മതിയായതാണ്. LDF പ്ലസ് PV അൻവർ എന്ന സമവാക്യം മാത്രമേ നിലമ്പൂരിൽ LDF വിജയിച്ചിട്ടുള്ളൂ. LDF മാത്രമായൊരു LDF നിലമ്പൂരിൽ വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായി UDF ഉയർത്തിപ്പിടിച്ച അതിൻ്റെ രാഷ്ട്രീയപരമായ അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ, ഈ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ, ഇവയെല്ലാം കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുമ്പാകെ UDFന് സമർപ്പിക്കാൻ സാധിക്കും. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ തന്നെ സംസാരത്തിൽ വന്നു നിലമ്പൂരിൽ 1800 കോടി ഭയങ്കര വികസനമാണ് എന്ന്. ഈ നിലമ്പൂരിൽ ഈ വെച്ചുകൊണ്ട് അൻവർ പറയട്ടെ, ആരും പറയട്ടെ, സഖാക്കളും പറയുന്നുണ്ട്. ഈ നിലമ്പൂരിലെ ജനങ്ങളോട് അങ്ങനെ ഒരു 1800 കോടിയുടെ വികസനം എന്ന് പറഞ്ഞാൽ അവരാദ്യം ചൂണ്ടിക്കാണിക്കുക നിലമ്പൂരിലെ ബൈപ്പാസ് എവിടെ എന്നുള്ള ചോദ്യമാണ്. 2015 UDFൻ്റെ ഗവൺമെൻറ് അനുവദിച്ച 36 കോടി രൂപയല്ലാതെ പിന്നീട് 1 കോടി രൂപ പോലും അതിലേക്ക് നൽകാൻ ഈ 9 വർഷം പൂർത്തിയായ ഇടതുപക്ഷ ഗവൺമെൻറ് സാധിച്ചിട്ടില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് എല്ലാ ബഡ്ജറ്റിലും 100 കോടിയും 200 കോടിയും അനുവദിക്കുക, അതിൻ്റെ പേരിൽ ഇവിടെ നിരന്തരം ഫ്ലെക്സ് വെക്കുക, അങ്ങനെ 1000 കോടി ക്ലബിൽ കയറിയ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനമുണ്ട് എന്നവർ പറയുന്നുണ്ടെങ്കിൽ അത് നിലമ്പൂർ ബൈപ്പാസ് മാത്രമാണ്. PV അൻവർ രാജിവെച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് CPMൻ്റെ ജില്ലാ കമ്മിറ്റി ആ ബൈപ്പാസിനെതിരായിരുന്നു, വികസന പ്രവർത്തനങ്ങളെതിരായിരുന്നു എന്നാണ്. നിലമ്പൂരിലെ CPMൻ്റെ LC സെക്രട്ടറി ഹരിദാസ് അദ്ദേഹം ഈ ബൈപ്പാസിൻ്റെ ഇരകളായി ഇപ്പോഴും വീട് വിൽക്കാനോ മറ്റോ കഴിയാതെ ആ പരിസരത്ത് താമസിക്കുന്ന ജനങ്ങളെ 2 ബസ്സിൽ PV അൻവർ മുഖ്യമന്ത്രിയെ കാണിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് കൊണ്ടുപോയപ്പോൾ അതിനെതിരെ പാർട്ടിയിൽ കലാപമുണ്ടാക്കുകയും പരാതി കൊടുക്കുകയും ചെയ്ത ആളാണെന്ന്. എന്ന് വെച്ചാൽ ഈ നാട്ടിൽ അങ്ങനെയുള്ളൊരു വികസനമേ ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു നിലമ്പൂർ ചന്തക്കുന്നിൽ. ആ ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ട് പിന്നീട് അധികാരത്തിൽ വന്ന LDFൻ്റെ ഭരണസമിതി, ഈ നിലമ്പൂർ നഗരസഭ ഭരണസമിതി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്കിവിടെ ഒന്നും കാണാൻ സാധിക്കില്ല. ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്, നാട്ടുകാർ ബുദ്ധിമുട്ടിലാണ്. ഇവിടെ ഒരു മഴ പെയ്താൽ കയറിയിരിക്കാൻ ഒരു സൗകര്യമില്ല. നിലമ്പൂരിൽ നിന്ന് നാടുകാണിയിൽ നിന്ന് പരപ്പനങ്ങാടി വരെ പോകുന്ന 490 കോടി രൂപയുടെ ഒരു പദ്ധതി UDF ഇവിടെ കൊണ്ടുവന്നിരുന്നു. അതിവർ നിർത്തലാക്കി. ഇന്ന് ഈ കാണുന്ന ബ്ലോക്ക് കാണുന്നത് മുഴുവൻ അതിൻ്റെ പ്രതിഫലം കൂടിയാണ്. നിങ്ങൾക്കറിയാമോ 29 മണ്ഡലങ്ങളിൽ ഉമ്മൻചാണ്ടി എല്ലാ മണ്ഡലങ്ങളിലും ഗവൺമെൻറ് കോളേജ് അനുവദിച്ചു. അങ്ങനെ അനുവദിക്കപ്പെട്ട ഒരു നിയോജക മണ്ഡലമായിരുന്നു നിലമ്പൂരിൽ. ആര്യാടൻ മുഹമ്മദ് ഈ മാനവേദൻ സ്കൂളിൽ 5 ഏക്കർ ഭൂമി അതിനുവേണ്ടി കണ്ടെത്തി തുടങ്ങാൻ വേണ്ടി ആരംഭിച്ചു. പിന്നീട് വന്ന LDFൻ്റെ MLA ആയ PV അൻവർ ചെയ്തത് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ മാനവേദൻ സ്കൂളിലെ 18 ഏക്കറിൽ നിന്ന് 5 ഏക്കർ വേണ്ടെന്ന് തീരുമാനിച്ചു. 2 വർഷം ആ പദ്ധതിയെ തൊട്ടില്ല. പിന്നെ പൂക്കോട്ടുംപാടത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് മുകളിൽ തുടങ്ങി. ഇന്ന് ആ പൂക്കോട്ടുംപാടം അത് നിലമ്പൂരിലേക്ക് വരുന്നു. ഇതുവരെ ഭൂമി ഏറ്റെടുത്തിട്ടില്ല, ഇതുവരെ കെട്ടിടമായിട്ടില്ല, ഒന്നുമായിട്ടില്ല. അതിനൊപ്പം തുടങ്ങിയ ബാക്കി കോളേജുകൾ തവനൂരിലാവട്ടെ, താനൂരിലാവട്ടെ, മങ്കടയിലാവട്ടെ, കൊണ്ടോട്ടിയിലാവട്ടെ, കൊടുവള്ളിയാവട്ടെ, എല്ലായിടത്തും തുടങ്ങി നാക്കിൻ്റെ അക്രഡിറ്റേഷൻ വരെ കിട്ടി. ആരാണ് ഇത്തരം വികസനങ്ങൾ ഇവിടെ നടത്താതെ പോയത്? ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക്, ഇവിടെയുള്ള ഓരോ മനുഷ്യനും അറിയാം. അതാണ് നിലമ്പൂർ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ
ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ വികസനം എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആശാ വർക്കർമാർ സമരത്തിലാണ്. യഥാർത്ഥമായ രീതിയിൽ പെൻഷൻ വിതരണം ചെയ്യുന്നില്ല. ഇവിടെ സ്കൂളിൽ ഉച്ചക്കഞ്ഞിക്ക് വരെ പണമില്ല. ആരോഗ്യ മേഖലയിൽ പിന്നെ ഇവിടെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം, ജനങ്ങൾക്ക് ബാധിക്കുന്ന വെള്ളത്തിൻ്റെ കരം ഉൾപ്പെടെ വൈദ്യുതി കരം ഉൾപ്പെടെ എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊതുവിൽ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്, നിലമ്പൂരിൽ വിശേഷിച്ചും പ്രശ്നത്തിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF മുന്നോട്ട് വെക്കുന്ന ഈ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ഉജ്ജ്വലമായ ഭൂരിപക്ഷം വിജയിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വലിയ ഒരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യമുണ്ട്, ഒരു രാഷ്ട്രീയം പറയാനുണ്ട്, അതുകൊണ്ട് രാജിവെക്കുന്നു, അതുകൊണ്ട് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നു എന്നാണ് PV അൻവറായിരുന്നല്ലോ ഇവിടുത്തെ പ്രതിനിധി. അദ്ദേഹത്തിൻ്റെ പ്രതിനിധിക്ക് തന്നെയാണ് ആദ്യം സംസാരിക്കാൻ അവസരം കൊടുത്തത്. അദ്ദേഹം പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. പക്ഷേ പ്രാദേശികമായ വികസന പ്രശ്നങ്ങളാണ് ഈ മണ്ഡലത്തിൻ്റെ വിധിയെ നിർണ്ണയിക്കുക എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഈ ബൈപ്പാസിനെ കുറിച്ചാണ് സാധാരണ ഇവിടെ ആളുകളോട് സംസാരിക്കുമ്പോഴും ഇവിടെ ഈ ചർച്ചയിലേക്ക് വരുമ്പോഴും ആദ്യം ഉയരുന്ന ചോദ്യം. അതിലെന്താണ് മറുപടി? ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളും സംസ്ഥാനം പൊതുവിൽ കൈവരിച്ചിട്ടുള്ള വികസന നേട്ടങ്ങളുമെല്ലാം ചർച്ചയാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളൊരു ചർച്ചയിൽ നിന്നും ഒളിച്ചോടാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ കാര്യവും സമഗ്രമായി ജനങ്ങൾക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെക്കാൻ ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. ഇവിടെ ഈ മണ്ഡലത്തിൽ ഇവർ പറയുന്നുണ്ടല്ലോ, ആര്യാടനാണ് ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്, അതിനുശേഷം ഒന്നും നടന്നിട്ടില്ല എന്നാണ് UDFൻ്റെ പ്രതിനിധി ഇപ്പോൾ പറയുന്നത്. ഈ മണ്ഡലത്തിൽ 2016 മുതൽ 2024 വരെയുള്ള കാലയളവിൽ മാത്രം 1535 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്ന് UDFൻ്റെയോ അൻവറിൻ്റെ പാർട്ടിയുടെയോ പ്രതിനിധിക്ക് ഇവിടെ പറയാൻ വേണ്ടി കഴിയുമോ? 1535. നമ്മുടെ ലൈഫ് പദ്ധതി നമ്മുടെ ലോകത്തിനാകെ അഭിമാനമായിട്ടുള്ള പദ്ധതിയാണ്. ആ പദ്ധതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എടുത്തു കളയുമെന്നൊക്കെ പറഞ്ഞ കോൺഗ്രസിൻ്റെയും UDF നേതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലൈഫിൻ്റെ ഭാഗമായിട്ട് വീടില്ലാത്ത 6 ലക്ഷം ആളുകൾക്കാണ് വീട് കൊടുത്തത്. ആ 6 ലക്ഷം കൊടുത്തതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത ഒരു പഞ്ചായത്ത് ഈ നിലമ്പൂർ മണ്ഡലത്തിലാണ്. ആ പഞ്ചായത്തിൻ്റെ പേര് അമരമ്പലം പഞ്ചായത്ത് എന്നാണ്. അവിടെ ഹുസൈൻ ആണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്. അപ്പോൾ 1000 വീട് കൊടുത്ത പഞ്ചായത്ത് ഉൾപ്പെടെ അത് ആരുടെ നേട്ടമാണ്? ആര്യാടൻ്റെ നേട്ടമാണോ അതോ 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് നേട്ടമാണോ എന്ന് ഈ നാട്ടിലെ സാധാരണക്കാർ വിലയിരുത്തട്ടെ. ഞങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ചർച്ചയിൽ വന്ന് അടിയുണ്ടാക്കി പരസ്പരം തർക്കിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറയാം, റോഡുകൾ നിർമ്മിക്കാൻ വേണ്ടി മാത്രം ഈ മണ്ഡലത്തിൽ 291 കോടി രൂപ. ഇവർ മലയോര ഹൈവേ അനുവദിക്കില്ല എന്ന് പറഞ്ഞവരാണ്. VD സതീശൻ്റെ പ്രസ്താവന നമുക്ക് ഓർമ്മയുണ്ട്. തീരദേശ ഹൈവേയും മലയോര ഹൈവേയും മറ്റേ തുരങ്കപാതയും ഒന്നും UDF വിടില്ല എന്നായിരുന്നു പ്രഖ്യാപിച്ചത്. പക്ഷേ അതെല്ലാം യാഥാർത്ഥ്യമാവുകയാണ്. ഇവിടെ പാലങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി 82 കോടി ഇല്ല എന്ന് ഈ നാട്ടിലെ ആളുകൾക്ക് പറയാൻ വേണ്ടി കഴിയുമോ? കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി 48 കോടി. അതുപോലെ തന്നെ ആദിവാസി ഊരുകളിൽ സമ്പൂർണ്ണ വൈദ്യുതി ഇന്നിപ്പം 4 കോടിയാണ് ഇവിടെ ചെലവഴിച്ചത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് 9 വയസ്സുള്ള ഒരു കുട്ടിക്ക് പവർ കട്ട് എന്താണെന്ന് ചോദിച്ചാൽ അറിയാൻ കഴിയുമോ? അറിയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 9 വർഷമായിട്ട് പവർ കട്ടില്ലാത്ത ഒരു നാടായി കേരളം മാറി. സമ്പൂർണ്ണ വൈദ്യുതി കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരണം നടപ്പാക്കിയിട്ടുണ്ടോ? ഈ കേരളത്തിൽ നടപ്പാക്കി. അതെല്ലാം ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ വേണ്ടി കഴിയും. 600 കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് 600 കാര്യങ്ങളിൽ കൂടുതൽ ചെയ്ത് വീണ്ടും ഗവൺമെന്റ് ഞങ്ങളെ അധികാരമേൽപ്പിച്ചിരിക്കുന്നു. 900 കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാദേശിക വികസനങ്ങൾക്കൊപ്പം തന്നെ സംസ്ഥാനത്തെമ്പാടും നടപ്പാക്കിയ വികസനങ്ങൾക്കുള്ള വോട്ടായിരിക്കും നിലമ്പൂരിൽ ലഭിക്കുക. തീർച്ചയായിട്ടും നിലമ്പൂർ ഒരു ചൂണ്ടുപലകയാണ്. കേരളത്തിന് വീണ്ടും കേരളത്തിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന രൂപത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളാകെ ഇടതുപക്ഷത്തെ വീണ്ടും ആഗ്രഹിക്കുകയാണ്. പക്ഷേ സ്വാഭാവികമായും അങ്ങനെ എടുത്തു പറയാൻ കുറേ പദ്ധതികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവർ പ്രാദേശികമായി പെട്ടെന്നാണല്ലോ ഒരു സ്ഥലത്ത് ഒരു ഇലക്ഷൻ പൊട്ടി പുറപ്പെടുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി അവർ ഉയർത്തിക്കാട്ടുന്നത് ഈ ബൈപ്പാസാണ്. ബൈപ്പാസ് ഇപ്പോൾ 1000 കോടി അടിച്ചു, പലരും അനുവദിച്ച് എന്നാണ് ഇപ്പോൾ അഷ്റഫ് അലി ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ നേരിട്ട് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ? നമ്മൾ ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ കേരളത്തിൽ പുതുതായി കൊണ്ടുവന്ന ബൈപ്പാസ് റോഡുകളും പാലങ്ങളും
അതുമായി ബന്ധപ്പെട്ട പശ്ചാത്തല സൗകര്യ വികസന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയായിരം കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിനിടയിൽ പൂർത്തീകരിക്കാത്ത പദ്ധതികളുണ്ട്. ആ പൂർത്തീകരിക്കാത്ത പദ്ധതികൾക്ക് കൂടുതൽ തുക വെച്ച് ആ പ്രവൃത്തി പൂർത്തീകരിക്കും. ഈ മണ്ഡലത്തിൽ എം സ്വരാജിന്റെ വിജയത്തോടുകൂടി ആ പദ്ധതി പൂർത്തീകരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഉദ്ഘാടനത്തിലേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു ബൈപ്പാസിന്റെ വിഷയത്തെ മുൻനിർത്തിയിട്ട് ഇടതുപക്ഷത്തെ ആകെ അങ്ങ് ഇല്ലാതാക്കാൻ നോക്കേണ്ട കാര്യമില്ല. ആ പ്രവർത്തനവും ഞങ്ങൾ പൂർത്തീകരിക്കും. നമുക്ക് നോക്കാം. ശ്രീ അശോക് കുമാർ, ഇതിനകത്ത് ഈ BJP അല്ലെങ്കിൽ NDA ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടയോ, ഉണ്ടാവില്ല, ഉണ്ടാവും എന്നൊക്കെയുള്ള ചർച്ചകൾക്ക് ശേഷം ഉന്തി മരം കയറ്റുന്നത് പോലെയാണ് ഈ തീരുമാനത്തിലേക്ക്, മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ഗൗരവത്തോടെയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനോടുള്ള ഞങ്ങളുടെ നിലപാട് ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ്. അത് അനവസരത്തിൽ അനാവശ്യമായി ജനങ്ങൾ ആഗ്രഹിക്കാതെ അവർക്കുമേൽ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ആ സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ ഒന്നും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് തന്നെ നിങ്ങൾ വിസദർ മണ്ഡലത്തിൽ, ഗുജറാത്തിലെ വിസദറിൽ നിങ്ങൾ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് അവിടെ ഇപ്പോൾ ഇതിനൊപ്പം നടക്കാൻ പോകുന്നത്. കാരണം അവിടെ ഈ ആം ആദ്മി പാർട്ടിയുടെ MLA രാജിവെപ്പിച്ചിട്ട് BJPയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ഈ ന്യായം അവിടെയുണ്ടോ? ആം ആദ്മി പാർട്ടിയുടെ MLA രാജിവെച്ച് വരുമ്പോൾ അവിടുത്തെ നിയമസഭയുടെ കാലാവധിയുണ്ട്. ഇവിടെ ഒരു സ്വതന്ത്രനായിട്ടുള്ള ഒരു MLA, അയാൾക്ക് വേണമെങ്കിൽ പിണറായിസത്തോട് വിയോജിച്ച് സഭയിലിരിക്കാൻ യാതൊരു പ്രയാസവുമില്ല. അയാൾക്ക് കാലാവധി തികയ്ക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അത് സ്വതന്ത്രനാണ്. നിയമത്തിൻ്റെ യാതൊരു തരത്തിലുള്ള പ്രശ്നവും അയാൾക്കുണ്ടാവുന്നില്ല. പക്ഷേ അയാൾ ഇവിടെ വന്ന് അടിയന്തരമായിട്ട് രാജിവെച്ച് 6 മാസം കഴിഞ്ഞാൽ രാജിവെക്കില്ല. കാരണം 1 വർഷത്തിനുള്ളിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം. ആ തെരഞ്ഞെടുപ്പിലൂടെ തൻ്റെ രാഷ്ട്രീയ ഭാവി വീണ്ടും സുരക്ഷിതമാക്കണം. അതിലേക്കല്ല ചർച്ച. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ രാഷ്ട്രീയം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനോടുള്ള നിലപാട് വ്യക്തമാക്കി. പിന്നീട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടേ, മത്സരിക്കേണ്ട എന്നൊരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള ജനഹിതത്തിനനുസരിച്ചാണ് BJP ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ നിർത്തിയിട്ടുള്ളത്. ഇവിടെ വികസനത്തെക്കുറിച്ചുള്ള ചർച്ച നടന്നു. ബൈപ്പാസിൻ്റെ കാര്യം ചോദിച്ചു. ഹർഷൻ ചോദിച്ചപ്പോൾ മറുപടിയില്ല. ഞങ്ങൾക്ക് കൃത്യമായ മറുപടിയുണ്ട്. 30 വയസ്സാണ് ബൈപ്പാസിനായിട്ടുള്ളത്. അതിൽ 21 വയസ്സ് കാലം ആര്യാടൻ മുഹമ്മദാണ് തടഞ്ഞു വെച്ചത്. 9 വർഷക്കാലം അൻവർ തടഞ്ഞു വെച്ചു. അങ്ങനെ 30 വർഷം ബൈപ്പാസ് പദ്ധതി അവതാളത്തിലായി, വെള്ളത്തിലായി, സാധ്യമായില്ല. ആലപ്പുഴയിലെയും കൊല്ലത്തെയും ബൈപ്പാസ് 30-35 വർഷം നടപ്പിലാക്കാത്തതിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ വന്ന് നടപ്പിലാക്കിയ ഒരു മാതൃക നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ കേരളത്തിലേക്ക് പടരും. ഇവിടെ ഒന്നും തുടരാൻ കഴിയില്ല. തുടരാൻ കഴിയാത്തതിൻ്റെ കാര്യം എന്താണ്? നമ്മുടെ ധനമന്ത്രി പറയുന്നു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ, സാമ്പത്തിക സർവേയിൽ ഇവിടെ ഉണ്ടാകുന്ന വരുമാനം, ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് അമിതമായി നികത്തിയ ചുങ്കം, മദ്യത്തിന് അടിച്ചേൽപ്പിച്ച വരുമാനം, ഈ വരുമാനം മാത്രമാണ് കാര്യമായിട്ടുള്ളത്. ഇത് ശമ്പളം കൊടുക്കാൻ പോലും തികയുന്നില്ല എന്ന് ധനമന്ത്രി തന്നെ പറയുന്നു. ഇവിടെ ഇടതുപക്ഷത്തിന് പ്രതിനിധി സൂചിപ്പിച്ചു ഞങ്ങൾ വികസന പദ്ധതികൾ നടപ്പിലാക്കി. സുഹൃത്തുക്കളെ മനസ്സിലാക്കണം, നമ്മൾ 10 വർഷം മുൻപ് നമ്മുടെ വീട്ടിലേക്ക് ഒരു വൈദ്യുതി കിട്ടണമെങ്കിൽ ഒരു പോസ്റ്റിന് പണം കെട്ടിവെക്കണമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഈ 10 വർഷത്തിനുള്ളിൽ രാജ്യത്തെ 18,500 ഗ്രാമങ്ങളെ വൈദ്യുതീകരിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തൊട്ടടുത്ത ഒരു ട്രാൻസ്ഫോമറിൻ്റെ അവിടെ പോയി ഒരു വൈദ്യുതി പദ്ധതിയുടെ നോക്കിയാൽ അവിടെ പ്രധാനമന്ത്രിയുടെ പേരും ഫോട്ടോയും ബോർഡും കാണാം. കേന്ദ്ര പദ്ധതിയാണ്. ഇവിടെ ബിൽഡിങ്ങുകളെ കുറിച്ച് പറഞ്ഞു. ബിൽഡിങ്ങുകൾ കുറേ ഉണ്ടായിട്ട് എല്ലാ ഗ്രാമത്തിലും എന്തെന്നറിയോ, NRHM ദേശീയ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായി ചുങ്കത്തറയിലും പോത്തുകല്ലിലും എടക്കരയിലുമൊക്കെ ആരോഗ്യ വകുപ്പിൻ്റെ ബിൽഡിങ്ങുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഗ്രാമീണ സടക്ക് യോജനയിൽ പ്രകാരം 8 റോഡുകൾ, 8 മീറ്റർ വീതിയുള്ള 8 റോഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അക്കൗണ്ടിൽ എഴുതിയിട്ട്. ലൈഫ് മിഷൻ കേന്ദ്ര പദ്ധതിയാണല്ലോ, കേന്ദ്രത്തിന് പണം ഉണ്ടല്ലോ. പണമില്ലെങ്കിൽ പറയട്ടെ. ഞാൻ പറഞ്ഞത് പക്ഷെ അതിൽ നിന്ന് തർക്കിച്ചാൽ ഈ ചർച്ച പ്രശ്നമൊന്നുമില്ല. ഹൈവേ, നാഷണൽ ഹൈവേ റീലിട്ടവർ ഇപ്പം നിങ്ങൾക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് കഴിയുമ്പോൾ ഈ പദ്ധതികളൊക്കെ കേന്ദ്ര സർക്കാരിനെ തിരിച്ചേൽപ്പിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾ. പക്ഷേ എന്താണെന്നറിയാമോ, കഴിഞ്ഞ 2016 ഇവിടെ NDAക്ക്
വോട്ട് തരക്കേടില്ലാതെ അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ വോട്ട് ശതമാനം വർദ്ധിച്ചു. പക്ഷേ പിന്നീട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും വോട്ട് ശതമാനം കുറഞ്ഞു. കേരളത്തിൻ്റെ ഒരു പൊതു സാഹചര്യത്തിൽ എൻ ഡി എക്ക് വോട്ട് ശതമാനം പല മണ്ഡലങ്ങളിലും വർദ്ധിക്കുമ്പോൾ നിലമ്പൂരിൽ കുറയുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ മത്സരിക്കേണ്ടെന്ന് യഥാർത്ഥത്തിൽ ആലോചിച്ചത് ഇവിടെ മത്സരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അപ്പം പിന്നെ അങ്ങ് മത്സരിക്കേണ്ടെന്നുള്ളതല്ലേ? അതല്ലേ സത്യം? അല്ല, ഇവിടെ ഈ നിലമ്പൂരിൽ വോട്ട് കൂടുകയും കുറയുകയും ചെയ്തു. ഞാൻ ഒരു ഉദാഹരണം പറയാം. 65,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് UDFന് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയത്. അതിന് തൊട്ട് മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ആർക്ക് കിട്ടി? അൻവറിന് കിട്ടി. അതിന് മുൻപ് അല്ലെങ്കിൽ 3,000 കിട്ടി. അപ്പോൾ ഈ ഒരു 70,000 ആളുകൾ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന് മാറ്റി ചെയ്യുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ അൻവറിന് മാറ്റി ചെയ്യുന്നു. അത് അംഗീകരിക്കാൻ തയ്യാറാവും മുന്നണികൾ? അങ്ങനെ മാറി. ഇവിടെ രസകരമായൊരു വസ്തുത, TK ഹംസ 10,000 വോട്ടിന് വിജയിച്ചു. ഇപ്പോൾ ഞങ്ങൾ നിലമ്പൂർ മണ്ഡലം പിടിക്കുമെന്ന് പറഞ്ഞ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ DYFയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീരാമകൃഷ്ണൻ വന്ന് മത്സരിച്ചു. 26,000 വോട്ടിന് പരാജയപ്പെട്ടു. നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വോട്ടിൻ്റെ വ്യത്യാസം എല്ലാ രാഷ്ട്രീയ മുന്നണികളിലും പലതരത്തിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നിലമ്പൂരിൽ മാത്രം ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായ ശ്രമമാണ്. ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളൊക്കെ ചർച്ച ചെയ്യണം. സിന്ദൂർ ഓപ്പറേഷൻ്റെ പശ്ചാത്തലം ചർച്ച ചെയ്യണം. അതിനോട് കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാട് ചർച്ച ചെയ്യണം. കോൺഗ്രസ് തെളിവ് ചോദിക്കുന്ന സാഹചര്യം ചർച്ച ചെയ്യും. ശശി തരൂരിന്റെ നിലപാട് വിഷയമായി ഈ നിലമ്പൂരേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ? സിന്ദൂറൊക്കെ തീർച്ചയായിട്ടും വേണ്ടേ. രാജ്യസ്നേഹികളും അഭിമാനികളുമായിട്ടുള്ള ബാക്കി എന്താണ്? BJP-ക്കാർ ഒഴികെ ബാക്കി ചന്തക്കുന്നുകാരുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇവരാണ് രാജ്യസ്നേഹികളും അഭിമാനികൾ. നോക്കൂ, നമ്മൾ അഭിമാനത്തോടു കൂടി നിന്നിട്ടേ നമ്മുടെ രാജ്യത്തിനെതിരെ രാജ്യത്തെ അതിർത്തി കടന്നു വന്നിട്ടുള്ള ആളുകൾ 10-26 ആളുകളെ കൊന്നിട്ട് സിന്ദൂരം മായ്ച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പം നിങ്ങൾ പോയി മോദിയോട് പറയൂ എന്ന് ആ സ്ത്രീയോട് പറഞ്ഞ് അവർക്ക് നല്ല തിരിച്ചടി കൊടുത്തതിന് എനിക്കും ഈ ഇരിക്കുന്ന ഞങ്ങൾ ഈ ഉത്തരം പറയേണ്ടി വരും. ഈ പറഞ്ഞ വന്ന് കയറിയ ആളുകൾ എങ്ങനെ അവിടെ വന്നു കയറി? ഈ സുരക്ഷാ വീഴ്ചയെ കുറിച്ച് ഇപ്പൊ ചർച്ച ചെയ്യണ്ടേ? അതിനെക്കുറിച്ച് ഒരു വാക്ക് ഈ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഒന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. അതൊരു വിഷയമാണ്. നിലമ്പൂരുകാരുടെ ഒരു വിഷയമാണെങ്കിൽ ആ സുരക്ഷാ വീഴ്ച അടക്കം പറഞ്ഞു പോകണം. 4 പേര് വന്നിട്ട് ഒരു രാജ്യത്തിന്റെ ഈ 140 കോടി ജനങ്ങളുള്ള നാട്ടിലേക്ക് 4 പേര് വന്നിട്ട് ഒരു ആക്രമണം നടത്താം. ഇതാദ്യമല്ലേ? മുംബൈ ആക്രമണം നടത്തിയ 19 വർഷത്തിന് ശേഷമാണ് സഹാബുൽ റാണയെ ഇന്ത്യയിലേക്ക് തിരിച്ചു ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തീവ്രവാദികൾക്ക് വീണ്ടും ആക്രമണം നടത്തി. ആഭ്യന്തരമന്ത്രി രാജിവെച്ചു തീവ്രവാദികളുടെ മുരടടക്കം സാഹചര്യം. ഞാൻ പറയാണ്, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തുണ്ടായ പിഴവിന് മന്ത്രിസഭയിലെ അംഗങ്ങൾ തന്നെ രാജിവെച്ചു. നിങ്ങൾ ആവശ്യം പക്ഷേ മുൻമന്ത്രി ദിവാകരൻ ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്നത്. അതിന് മുമ്പ് എന്താണ് പെൺകുട്ടികൾ ഉണ്ടായിരുന്നപ്പോ ഇതിനേക്കാൾ നന്നായിട്ട് യുദ്ധം ജയിച്ചിട്ടുണ്ടല്ലോ. ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്ത് ഇതിനേക്കാൾ നന്നായി യുദ്ധം ജയിച്ചിട്ടില്ലേ? മന്ത്രിയാണ് പറഞ്ഞത്. മുൻമന്ത്രി സി ദിവാകരന്റെ കൊട്ടേഷനാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത് ഞാനതല്ല, അവിടെ സിന്ദൂരിൽ നിൽക്കണ്ട. നമുക്ക് അടുത്തതിലേക്ക് വരണം. ശ്രീ ആറ്റക്കോയ നമുക്ക് ഇവിടുത്തെ വിഷയത്തിലേക്ക് അതായത് ശ്രീ ആറ്റക്കോയ, ഇതിനകത്ത് ഈ മണ്ഡലത്തിലെ പ്രശ്നങ്ങളിലേക്കാണ് താങ്കൾ വളരെ പെട്ടെന്ന് സ്വിച്ച് ചെയ്തത് ഇതിനെ. പക്ഷേ അൻവർ ഇതല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. അൻവർ പിണറായിസത്തിനെതിരെ മത്സരിക്കുന്നു, പിണറായിസത്തിനെതിരെയാണ് ഇവിടെ വോട്ട് ചെയ്യേണ്ടത് എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ. പക്ഷേ താങ്കൾ ഇവിടെ പറഞ്ഞു അവതരിപ്പിച്ചു വന്നപ്പോൾ നിലമ്പൂരായി പ്രശ്നം. യെസ്, ഞാനതിന് മറുപടി പറയാം. പിണറായി എൻ്റെ അച്ഛനെ പോലെയാണ് എന്ന് പറഞ്ഞയാളാണ് PV അൻവർ. ആ പിണറായിയെക്കുറിച്ച് യാതൊരുവിധ ആരോപണങ്ങളും അദ്ദേഹം തുടക്കത്തിൽ ഉന്നയിച്ചിട്ടില്ല. പക്ഷെ ജനകീയ പ്രശ്നങ്ങൾ അയാൾ ഏറ്റെടുത്തു. ഈ ജില്ലയിലെ 4 LDF മന്ത്രിമാരുണ്ട്, MLA-മാരുണ്ട്, ഒരാൾ മന്ത്രിയാണ്. ഞങ്ങളോട് പറയാലോ, ഞാൻ കുറച്ച് കൊല്ലം മുമ്പ് CPM-ൽ നിന്ന് രാജിവെച്ച പെരിന്തൽമണ്ണയിലെ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. CPM-ൻ്റെ എന്തുകൊണ്ട് രാജിവെച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ കാലത്ത് അൻവർ അത് പറയാണ്. ഞാൻ 2006-ലാണ് രാജിവെച്ചത് CPM-ൽ നിന്ന്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് അൻവർ പിണറായിസം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ അടുത്താ ചെല്ലുക. സുജിത് ദാസ് എന്ന് പറയുന്ന SP-യോട് വിഷയങ്ങൾ ഒരുപാട് പറഞ്ഞു. വേണ്ട പ്ലീസ്, ഈ മലപ്പുറം ജില്ലയെ ഒരു ക്രിമിനൽ ജില്ലയാക്കാൻ വേണ്ടി നിങ്ങൾ കേസുകൾ പെറ്റുപെരുകയാണ്. ഇവിടെ കുന്നുകൂട്ടണ്ട. നിങ്ങൾ ആവശ്യമില്ലാതെ പേര് നോക്കി അഡ്രസ്സ് നോക്കി കള്ളക്കേസിൽ ആളുകളെ കൊടുക്കണ്ട. SP ഓഫീസിലെ മരത്തിൻ്റെ കഥ അവിടെ നിൽക്കട്ടെ. പിന്നെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് 188 വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു. തട്ടാൻ്റെ കൊട്ടാരം വരെ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു.
പോലീസും കസ്റ്റംസും തമ്മിലുള്ള അവിഹിത ബന്ധം, അതിലൂടെ സാധാരണ ഗൾഫ് നിവാസികൾ അവരെ പിഴിയുന്നതിൻ്റെ കണക്കുകൾ കൃത്യമായി പറഞ്ഞു. SP-യോട് പറഞ്ഞു, ADGP അജിത് കുമാറിനോട് പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ട് P ശശിയോട് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജില്ലാ സെക്രട്ടറിയോടും ഏരിയ സെക്രട്ടറിയോടും സംസ്ഥാന സെക്രട്ടറിയോടും പറഞ്ഞു. ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ നമ്മൾ എവിടെ ചെല്ലുക? മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇല്ല. ആ മുഖ്യമന്ത്രി എൻ്റെ മണ്ഡലത്തെ നിരാകരിച്ചു, എൻ്റെ മണ്ഡലത്തെ അവഗണിച്ചു, എൻ്റെ ബൈപ്പാസിന് കാശ് തന്നില്ല, അവിടെ അത് തന്നില്ല, ഇത് തന്നില്ല. അതല്ല പറഞ്ഞത്. ഈ ജില്ലയിലെയും പിന്നെ ഒടുവിൽ സംസ്ഥാനത്തെയും വളരെ ജെന്യൂനായിട്ടുള്ള വിഷയങ്ങൾ കൃത്യമായി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ അത് PV അൻവർ എന്തുകൊണ്ട് രാജിവെച്ചു, അതിലേക്ക് നയിച്ച കാര്യകാരണങ്ങൾ എന്ത്, അതന്നെയാണ് ഇതിന്റെ പ്രസക്തി. ഒറ്റ മിനിറ്റ്. LDF-ന്റെ പ്രതിനിധി പറഞ്ഞല്ലോ ഇവിടെ ഒരുപാട് വികസനങ്ങൾ വന്നു എന്നുള്ളത്. ആ വികസനത്തെ കുറിച്ച് പോലും അൻവർ പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നില്ല. ഒറ്റ വിഷയങ്ങളാണ്. നിങ്ങൾ തുടക്കത്തിൽ ആവേശത്തോടെ PV അൻവറിന്റെ പിന്നിൽ നിങ്ങൾ ലീഗുകാരും കോൺഗ്രസ്സുകാരും CPM-കാരും, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയല്ലോ, ഒറ്റൊന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കാരണം ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന ഒരാളാണ് ഞാൻ, BJP-യിൽ. അറിയാലോ അതെന്താ കാരണം? അത് PV അൻവർ പറഞ്ഞിട്ടുണ്ട്. PV അൻവർ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് PV അൻവർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് ഇവിടെ PV അൻവർ നിലമ്പൂരിൽ നിന്ന് രാജിവെച്ചത് പിണറായി പറഞ്ഞിട്ടാണ്. PV അൻവർ ഇപ്പം മത്സരിക്കുന്നത് ആർക്കെതിരെയാണ്? അതും കൂടി പറയണം. ആ കാര്യം ഇവിടെ ആര്യാടെ ഷൗക്കത്തിനെതിരെയാണ് PV അൻവർ മത്സരിക്കണം എന്നുള്ളത് ഇവിടെ മൊത്തത്തിൽ ജനങ്ങളോട് പറഞ്ഞു. പിന്നെ അയാളുടെ കയ്യിൽ 10 പൈസ അല്ല, ആൾക്കാരെ കയ്യിൽ തെണ്ടിയിട്ടാണ് മൂപ്പര് മത്സരിക്കുന്നത്. മൂപ്പരുടെ കയ്യിൽ പൈസ അല്ലെങ്കിൽ പണിക്ക് നിൽക്കണോ? പിന്നെ അത് പൈസ ഇല്ലാത്തവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം കേട്ടോ. രാഷ്ട്രീയപരമായ നമുക്ക് അവിടെ ഒറ്റ കാര്യം അതാണ്. അതായത് അവർ ചോദിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യാടൻ ഷൗക്കത്തിനെതിരെയാണ് അവസാന ഘട്ടത്തിൽ പുള്ളി പറഞ്ഞത് മുഴുവൻ. ഈ പിണറായിസത്തിനെതിരെ ഇപ്പൊ പിണറായിസം എന്നുള്ളത് അത് ആദ്യം പറഞ്ഞതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ലേബൽ പോലെ പറയുന്നു എന്നുള്ളത് ഒഴിച്ചാൽ പിന്നീട് ആര്യാടൻ ഷൗക്കത്തിനെതിരെയാണ് ഈ പരാമർശങ്ങൾ മുഴുവൻ പിന്നീട് വരുന്നത്. നിരന്തരം പത്രസമ്മേളനങ്ങൾ നടത്തുന്ന ശ്രീ PV അൻവർ ഇവിടുത്തെ LDF UDF ബന്ധങ്ങളെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വന്ന അനിവാര്യതയെക്കുറിച്ചും അതിന്റെ മുമ്പിലുണ്ടായിരുന്ന ചർച്ച, ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കും? VD സതീശനും പിണറായി വിജയനും കൂടെ കൂടി ആലോചിച്ചിട്ടാണ് എന്തുകൊണ്ട് VD സതീശൻ അദ്ദേഹത്തെ എതിർക്കുന്നു? ഞാൻ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഒരു കോൺഗ്രസിന്റെ സമുന്നത നേതാവിനെ കണ്ടു. ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന പിണറായിയെ പോലും വരച്ച വരയിൽ നിർത്തി ചോദ്യം ചെയ്യാൻ ശേഷിയും ചങ്കുറപ്പുമുള്ള PV അൻവർ നാളെങ്ങാനും VD സതീശൻ മുഖ്യമന്ത്രിയായാൽ ഞമ്മക്കൊരു സമാധാനം തരൂല, അതുകൊണ്ട് മൂപ്പരിങ്ങോട്ട് വേണ്ട എന്നാണ് VD സതീശൻ പറഞ്ഞത്. ശ്രേഷ്ഠമല്ലി, ഇതൊക്കെയാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ കാരണമായി ചർച്ച ചെയ്യപ്പെട്ടു വരുന്നത്. ഇത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അനിവാര്യമായ ഒരു തെരഞ്ഞെടുപ്പാണോ എന്ന സംശയം ആദ്യം ഉന്നയിച്ചത്. ഇതൊക്കെ ചർച്ച ചെയ്യാമായിരുന്നല്ലോ. അൻവറിന് ചർച്ച ചെയ്യാൻ പറ്റില്ല. അല്ല, ഞാൻ വരാം, അതിലേക്ക് വരാം. ഉപമണ്ടല്ലോ PV അൻവർ സ്വപ്നം കാണേണ്ടി വരും. UDF ആണെങ്കിലും LDF ആണെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച ഉദ്ദേശം ഉണ്ടല്ലോ. PV അൻവറിന്റെ കൂടെ 9 വർഷം അതിശക്തനായി മൂപ്പർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു നടന്ന ഒരാളാണ് ഞങ്ങൾ. എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അവിടെ നിൽക്കും, ഒരു മിനിറ്റ്. ഇയാളങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നിങ്ങൾ രാവിലെ പിണറായിനെയും തന്തൻ്റെ തന്തയ്ക്കും വിളിച്ചു. നിങ്ങളുമല്ലേ 2 വർഷത്തെ പ്ലാൻ ചെയ്ത് UDF-ൽ എന്തെങ്കിലും ഒരു അധികാരം കിട്ടും എന്നുള്ള മോഹത്തിൽ നിങ്ങൾ അവിടെ പോയി കയറിയിട്ട് UDF നിലമ്പൂരിൽ പ്രഖ്യാപിച്ച പ്രിയങ്കരനായ ഒരു നേതാവാണ് ആര്യാടൻ ഷൗക്കത്ത്. അയാളെയും തന്തൻ്റെ തന്തയ്ക്കും വിളിക്കുന്നവർക്ക് മനസ്സിലായി നിലപാടില്ലാത്ത നേതാവിനെ കുറിച്ച് നിലമ്പൂരിൽ വന്ന് സംസാരിക്കാൻ പറ്റൂല. നിലപാടില്ല. നമുക്ക് ഇതിന്റെ മറുപടി അവസാന ഘട്ടത്തിൽ വരുമ്പോഴേക്കും അറിയാം. അഷ്റഫ് അലിയിലേക്കാണ്. അഷ്റഫ് അലി, ഇത് തന്നെയാണ് ഞാൻ ആദ്യം ചോദിക്കാൻ കാരണം ഇത് അനിവാര്യമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊക്കെ നിർബന്ധിതരായി വന്ന് ചർച്ച ചെയ്യുന്ന ഒരു പ്രതീതിയായി എനിക്ക് തോന്നുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പ്രാദേശികമായ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് വനം ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു മണ്ഡലമാണ്. വന്യജീവി ആക്രമണത്തിൽ നിരവധിയായിട്ടുള്ള മനുഷ്യർ മരിച്ച മണ്ഡലമാണ്. മണിയും സരോജിനിയും അവസാനം അബ്ദുൽ ഗഫൂറുമെല്ലാം ആനയുടെയും കടുവയുടെയും ഒക്കെ ആക്രമണമേറ്റ് മരിച്ച മണ്ഡലമാണ്. അതിനോടൊക്കെ ഈ സർക്കാർ എടുത്ത സമീപനം ഇവിടുത്തെ ജനങ്ങൾ നോക്കിയിരിക്കുകയാണ്. നിങ്ങളോർക്ക് ഈ 2 ദിവസം മുമ്പ് കരുവാരക്കുണ്ടിൽ നിന്ന് കടുവയെ പിടിക്കാൻ വേണ്ടി കെണി വെച്ചിട്ട് അതിൽ പുലി കുടുങ്ങി. ആ പുലിയെ പിടിച്ച് പിന്നീട് ഇവർ കൊണ്ടുപോയി ഒഴിവാക്കുന്നത്
ഈ കരുളായി ഉൾവനത്തിലുള്ള കരിമ്പുഴ വന റിസർവിലാണ്. 18 കിലോമീറ്റർ ദൂരത്താണെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഒരു കടുവയും ഒരു പുലിയും അവരുടെ ഒറ്റ സ്ട്രെച്ചിൽ അവർ ഓടുന്നത് 35 കിലോമീറ്റർ ആണെന്നാണ് വനംവകുപ്പിൻ്റെ തന്നെ കണക്കുള്ളത്. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് പിടിക്കുന്നു, മറ്റു സ്ഥലത്ത് കൊണ്ടുപോയി ഒഴിവാക്കി വിടുന്നു. തൃക്കലങ്കോട് വഴി വന്ന കടുവയെ അതേപോലെ തന്നെ പിടിച്ചിട്ട് ഇവിടെ എന്റെ ചോദ്യം ഇതാണ്, എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ വന്യമൃഗ ശല്യത്തിന്റെ കാര്യത്തിൽ ഒരു പരിഹാരം കാണാനുള്ള നിങ്ങളുടെ പദ്ധതി? ഞങ്ങളുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ അടുത്ത് കേരളത്തിന്റെ നിയമസഭയിൽ AP അനിൽകുമാർ MLA, വണ്ടൂരിൻ്റെ MLA AP അനിൽകുമാർ MLA ശ്രീ AK ശശീന്ദ്രനോട് 9/10/2024 ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ എത്ര തുക ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ മേഖലയിൽ ചെലവഴിച്ചു എന്നുള്ളതാണ്. അതിൽ തന്നിട്ടുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് ചുറ്റുമതിൽ, അതുപോലെ തന്നെ ഇവിടെ ഒരു മിനിറ്റ് അല്ല, പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ ചുറ്റുമതിൽ കൽമതിൽ ഉണ്ടാക്കാൻ വേണ്ടി, റെയിൽവേയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി, ചുറ്റുമതിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഇരുമ്പുവേൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി 2023-24 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്നുള്ള കണക്കാണ് ഈ സർക്കാർ തന്നിട്ടുള്ളത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുരക്ഷിതമായ സംവിധാനങ്ങൾ സർക്കാർ ഫണ്ട് കൊണ്ട് ഉപയോഗിക്കും, നടപ്പിലാക്കും. മറ്റൊന്ന്, ഇവിടെ ഇവർ കൊണ്ടുവന്ന വന്യജീവി നിയമമുണ്ട്. ആ നിയമം തന്നെ ഇവിടുത്തെ ജനങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്തതാണ്. അതാണ് അതിശക്തമായ പ്രതിഷേധം കൊണ്ട് ഈ നിയമസഭ ഒഴിവാക്കിയത്. കേന്ദ്ര നിയമമാണ് പ്രശ്നമായി പറയുന്നത്. അത് ആര് കൊണ്ടുവന്ന നിയമമാണ്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ നിയമത്തിൽ നിങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടെന്നുള്ളതല്ല. കേന്ദ്രത്തിന് കുറ്റപ്പെടുത്തി ഇവിടുത്തെ സഹാബിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. 2006 മുതൽ 2011 വരെ ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദന്റെ സമയത്ത്, ബിനോയ് വിശ്വം മന്ത്രിയായ സമയത്ത് കരിമ്പുഴ വനം റിസർവായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നിലമ്പൂർ യോഗം വിളിച്ചു. അന്നത്തെ ഇവിടുത്തെ MLA ആര്യട മുഹമ്മദ് പറഞ്ഞത് എന്റെ ശവത്തിൽ ചവിട്ടിയിട്ടല്ലാതെ നടപ്പിലാക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ആ പദ്ധതി ഉപേക്ഷിച്ച് പോയതാണ്. പിന്നീട് ഈ പിണറായി ഗവൺമെന്റാണ് വന്യജീവി നിയമത്തിന്റെയൊക്കെ ഭാഗമായി ഇവിടെ ഫോറസ്റ്റ് റിസർവ് ആകുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനം ഉണ്ടായത്. അതുമൂലം കൊണ്ടുകൂടിയാണ് ഇവിടുത്തെ വന്യജീവികളെ വലിയൊരു മാസലോടാണല്ലോ ഈ കാര്യം പറയുന്നത്. അപ്പൊ ഇതിനകത്തൊരു യാഥാർത്ഥ്യം എന്നുള്ള ഒരു സാധനമുണ്ടല്ലോ. അതായത് ഈ പറയുന്ന VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തുള്ള മൊത്തം കടുവകളുടെ എണ്ണം 45, ഇപ്പം ഏതാണ്ട് 300 ചില്ലുവാനായി കഴിഞ്ഞു. അതുകൂടിയാണല്ലോ പരിഗണിക്കേണ്ടത്. എന്തുകൊണ്ട് വന്നു? ഈ പറയുന്നത് പോലെ വനം വകുപ്പിന്റെ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിൽ തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ഇവിടെയുള്ള വന്യജീവികളുടെ പെരുകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. നാട്ടിൽ നിങ്ങൾ തെരുവ് നായയെ കുറിച്ച് എന്താണ് തെരുവ് നായയെ മുഖ്യമന്ത്രി പറഞ്ഞത്? ABC ആനിമൽ ബർത്ത് കൺട്രോൾ എന്ന് പറഞ്ഞ് അല്ലാതെ ഇവിടുത്തെ തെരുവ് നായകളെ പിടിക്കാനുള്ള മുഖ്യമന്ത്രി പറഞ്ഞത് സത്യത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വിവാദമാവേണ്ടിയിരുന്ന, ചർച്ചയാവേണ്ടിയിരുന്ന ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. അതായത് ഈ കൊല്ലുന്ന പന്നിയെ വെളിച്ചെണ്ണ ഒഴിച്ചാണോ മണ്ണെണ്ണ ഒഴിച്ചാണോ സംസ്കരിക്കുന്നതെന്ന് ഫോറസ്റ്റുകാർ അന്വേഷിച്ച് പോകേണ്ടതില്ലാന്ന്. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ പൊതുവെ ജനങ്ങൾ വിചാരിക്കുക ഓക്കെ, അഗ്രസീവായ ഒരു നിലപാട് ഇവിടെ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട് എന്നല്ലേ? അതാണ് വർത്തമാനത്തിൽ പത്രസമ്മേളനത്തിൽ ജനങ്ങളുടെ കൂടെ ഇന്ന് തോന്നിപ്പിക്കും. ഇവിടുത്തെ ഈ അടുത്ത് നിലമ്പൂരിലെ DFOയെ സ്ഥലം മാറ്റി. എന്തിനാ സ്ഥലം മാറ്റിയത്? സ്ഥലം മാറ്റിയത് ഇപ്പോൾ ഈ അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പിടിച്ച കടുവയെ കുറിച്ച് 2 മാസം മുൻപേ ഇൻഫർമേഷൻ കൊടുത്തിട്ടും ആക്ഷൻ എടുത്തില്ല എന്നുള്ളത് പുറത്തു വന്നപ്പോൾ അതിന് പരിഹാരമായി ആ DFOയെ സ്ഥലം മാറ്റിയാണ് ചെയ്യുന്നത്. ജനങ്ങളുമായി ചേർന്ന് നിൽക്കാൻ ഈ സർക്കാരില്ല, ജനങ്ങളെ സംരക്ഷിക്കാൻ ഈ സർക്കാരില്ല. വനവകുപ്പ് മന്ത്രി ആറളത്ത് ഇതേപോലെ കാട്ടാനാക്രമണം ഉണ്ടായപ്പോൾ അവിടുത്തെ ജനങ്ങൾ മരിച്ച മനുഷ്യന്റെ ശവശരീരവുമായി റോഡിൽ സമരം ചെയ്തിട്ട് 6 മണിക്കൂർ കഴിഞ്ഞ് അവിടെ എത്തിയിട്ടാണ് സംസ്കരിച്ചത്. ഈ പൂച്ചക്കുട്ടിയെ പിടിക്കുന്ന, പൂച്ചക്കുട്ടിയെ ലാളിക്കുന്ന AK ശശീന്ദ്രന് വന്യമൃഗങ്ങളെ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ ഒരു തരത്തിലുള്ള സംവിധാനമില്ല. ഇവിടുത്തെ വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നു അവരുടെ കയ്യിൽ ആധുനികമായ സൗകര്യങ്ങളില്ല എന്ന്. ആധുനിക സൗകര്യങ്ങൾ ഇന്ന് നാട്ടിലുണ്ട്. ആ സൗകര്യങ്ങൾ പോലും ഇല്ലാതെ വനത്തിലുള്ള ഇവിടുത്തെ ജീവികളുമായി ഏറ്റുമുട്ടാൻ ഒരു സംവിധാനമില്ലാത്ത വനംവകുപ്പാണ് നമ്മുടെ ചർച്ചയാകുമെന്നും പ്രാദേശിക വിഷയങ്ങളെല്ലാം നേരിട്ട സർക്കാരിന്റെ നിലപാടുകളിലേക്ക് കണക്ട് ചെയ്തതാണല്ലോ പറയുന്നത്. ഇതിനുള്ള മറുപടി പറഞ്ഞിട്ട് ആളുകളിലേക്ക് പോകണ്ടേ? അല്ല, ഇവിടെ UDFന്റെ പ്രതിനിധി വന്യജീവി പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ നിയമത്തിന്റെ അപര്യാപ്തത സംബന്ധിച്ച് പറഞ്ഞു. പക്ഷെ നിയമം എന്ന് പറയുമ്പോഴും UDFന്റെ പ്രതിനിധി ഈ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ബോധപൂർവം കേന്ദ്ര നിയമം എന്നത് മാറ്റിയിട്ട് നിയമം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്ത് കേന്ദ്ര നിയമത്തിൻ്റെ അപര്യാപ്തതയെക്കുറിച്ച് പറയാൻ ഈ UDFന്റെ പ്രതിനിധി ഇവിടെ തയ്യാറാവാത്തത്? ഇവിടെ കാട്ടിൽ നിന്ന് പുലി ഇറങ്ങുന്നതും കടുവ ഇറങ്ങുന്നതും ആന ഇറങ്ങുന്നതും പന്നി ഇറങ്ങുന്നതും മുള്ളംപന്നി ഇറങ്ങുന്നതെല്ലാം കേരളത്തിൽ ഭരണം മാറിയോ? പിണറായി വന്നിട്ടുണ്ട്, ഇപ്പം ഇന്ന് ഇറങ്ങിയേക്കാം, ഉമ്മൻചാണ്ടിയാണ് ഇനി തിരിച്ച് കാട്ടിലേക്ക് പോയേക്കാം എന്നാണോ? സുഹൃത്തെ, നിങ്ങൾ ഭരിക്കുന്ന കർണാടകയിൽ
അതിനപ്പുറത്തെ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ അവിടെയെല്ലാം ആന ഇറങ്ങിയിട്ടുണ്ട്, ആളെ കൊന്നിട്ടുണ്ട്, പുലി ഇറങ്ങിയിട്ടുണ്ട്, കടുവ ഇറങ്ങിയിട്ടുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അല്ല, നിലമ്പൂരിൽ ആളുകളെ കൊന്നോട്ടെ എന്നാണോ? പറയട്ടെ. അല്ല, കർണാടകയിൽ ആളെ കൊന്നിട്ടുണ്ട്, നിലമ്പൂരിലും ആളെ കൊന്നോട്ടെ എന്നാണോ? ഇതാണെങ്കിൽ പറഞ്ഞോട്ടെ. അല്ല, അല്ല ഞാൻ വരും പറയട്ടെ വരും സുഹൃത്തെ, അങ്ങനെയൊന്നും ശബ്ദം ഉണ്ടാക്കണ്ട. പറയട്ടെ, അപ്പൊ അദ്ദേഹം പറയട്ടെ. ഇങ്ങനെയൊക്കെ അദ്ദേഹം ഈ പറയട്ടെ. പ്രശ്നങ്ങൾ ഇത് പരിഹരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഇങ്ങനെ ഇറങ്ങി വരുന്ന വന്യമൃഗങ്ങളെ കൊല്ലുക. അത് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യം. പക്ഷെ ഇവരുടെ MP, ഈ വയനാട് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MP പാർലമെന്റിൽ എന്തെങ്കിലും ഒഴിഞ്ഞിട്ടുണ്ടോ? ഇതുവരെ രാഹുൽ ഗാന്ധി ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. ഇവരുടെ ബന്ധു, ആ MP-യുടെ അടുത്തയാള് മേനകാ ഗാന്ധി, ആ മേനകാ ഗാന്ധിയൊക്കെ ഇന്ത്യയുടെ പാർലമെന്റിൽ എന്തൊക്കെയാ പ്രസംഗിക്കുന്നത്? ആളെ മൃഗങ്ങളെ സംരക്ഷിക്കാം എന്നാ പറഞ്ഞത്. മൃഗങ്ങളെ സംരക്ഷിക്കാം എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഇവരുടെ പാർലമെന്റ് അംഗം ഇന്ത്യയുടെ പാർലമെന്റിൽ ആദ്യം ആവശ്യപ്പെടേണ്ടത്, ഷബീർ അലി ആദ്യം വിളിച്ച് പറയേണ്ടത്, എങ്ങനെയെങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര നിയമം മാറ്റിയെഴുതാൻ എന്തെങ്കിലും രണ്ട് വർത്തമാനം പറയാൻ പറ. ഒന്നും പറയാതെ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിനെ ആക്ഷേപിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അധികാരമുണ്ട്. കേന്ദ്ര നിയമം എന്ന് പറയുന്നത് കാരണപ്പെട്ടതാണ്. അതായത് വനം ആക്ടിൽ പറയുന്നത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആണ് ഇതിന്റെ അധികാരപ്പെട്ട ആൾ. അല്ലല്ല, കേന്ദ്ര നിയമം നമ്മൾ ഒരൊറ്റ പോയിന്റ് നിൽക്കാൻ പറ്റും. അത് ഇത് പറഞ്ഞ വളരെ വിശദമായി കേന്ദ്ര നിയമമാണെങ്കിൽ കേന്ദ്ര നിയമം വളരെ വിശദമായി ചർച്ച ചെയ്യാം. ആ കേന്ദ്ര നിയമം പൊളിച്ചെഴുതാതെ, ആ കേന്ദ്ര നിയമം മാറ്റാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മനുഷ്യനെ കൊല്ലുന്ന കടുവയെ തിരിച്ച് വെടിവെച്ച് കൊല്ലാൻ പാടില്ല എന്നൊരു കേന്ദ്ര നിയമം പറഞ്ഞാൽ ആ കേന്ദ്ര നിയമം മാറ്റിയെടുക്കണമെന്ന് ഞങ്ങൾ പറയണ്ടേ? പറയുന്നുണ്ട് മനുഷ്യ ജീവന് ഹാനികരമാകുന്ന അതായത് മനുഷ്യ ജീവന് പ്രയാസമുണ്ടാക്കുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലുക. അതിന് ഉത്തരവാണ്. ഇത് വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുണ്ട്. നിബന്ധനകൾ. ഒരു കാര്യം കൂടെ പറയാം. ഇതിന് ചെയ്യാവുന്ന എന്താണ് ചെയ്യേണ്ടത്? വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് വേലി കെട്ടുക, മതില് നിർമ്മിക്കുക. ഫണ്ടുണ്ട്, ഉപയോഗിക്കണം. എത്ര കിലോമീറ്റർ വേലി? ഇത്രയും ആൾക്കൂട്ടത്തിൽ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, അതിന്റെ മാനദണ്ഡങ്ങൾ ഇപ്പോ ഈ മൈക്കിൽ കൂടി പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? അല്ല, ആ മാനദണ്ഡം പറയാനാണ് ഞാൻ ശ്രമിച്ചത്. കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലണമെങ്കിൽ ഈ രാജ്യത്ത് നിയമമില്ല. ഒരു പേപ്പട്ടിയെ തല്ലിക്കൊന്നാൽ ഇവിടെ കേസാണ്. പറയട്ടെ, നിങ്ങൾ പ്രമേയം കൊണ്ടുവരൂ. രാഹുൽ ഗാന്ധി MP പ്രമേയം കൊണ്ടുവരും. ഞങ്ങൾ പാർലമെന്റിൽ പ്രമേയം കൊണ്ടുവരൂ. ആവശ്യപ്പെടൂ. പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് ചോദ്യങ്ങളിലേക്ക് പോകണം. നിങ്ങളുടെ MP-യോട് പാർലമെന്റിൽ പറയാൻ പറയും. നമുക്ക് ചർച്ച ചെയ്യാം. ഒരു കാര്യം ഞാൻ പറയാം. തീർച്ചയായും ഇവിടെ ഈ നിലമ്പൂരിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മര്യാദക്കിരുന്ന് BJP-ക്കാർ കേട്ടാ മതി. ഞങ്ങളുടെ MP ഒന്ന് വായി തുറക്കുമ്പോഴേക്ക് അവിടെ അതിശക്തമായി അവിടെയുള്ള BJP പക്ഷെ വന്യമൃഗ വിഷയത്തിൽ എന്താ പറഞ്ഞതെന്നുള്ള ചോദ്യം എവിടെയുണ്ട്? നിരവധി തവണ വന്യജീവി പ്രശ്നവും വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രശ്നവും ഒക്കെ ഇവിടുത്തെ മന്ത്രിമാരെ കണ്ട് നിരവധി തവണ സംസാരിച്ചു. നമുക്ക് പ്രേക്ഷകരിലേക്ക് പോകണം. ഒരൊറ്റ കാര്യം പറയാം. ഒരു പേപ്പട്ടി ആളെ കടിച്ചാൽ വനം വന്യജീവി ആക്ട്
കേരളത്തിന് നിയമസഭയിൽ കൊണ്ടുവന്നത് MP ആണോ കേന്ദ്രമാണോ കേരള സർക്കാരാണോ? പിന്നെ അതിശക്തമായ പ്രക്ഷോഭം കൊണ്ട് എന്തുകൊണ്ടാണ് യുനാനിമസ് ആയി ആ നിയമം നമുക്ക് വരാം. ആ ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ആ ചർച്ചയിലേക്ക് ഒരൊറ്റ ഇടവേളയാണ്. അതുകൊണ്ടാണ് ഇടവേളയിലേക്ക് പോകണം. അതുകൊണ്ടാണ് എല്ലാം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി പോകാൻ പറ്റില്ല. റൈറ്റ്. ഒരു കാര്യം പറയാം. ഒരു പട്ടിയെ ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലണമെങ്കിൽ ആ പേപ്പട്ടി ചാകുന്നത് വരെ കാത്തിരിക്കാനാണ് നിയമം അനുശാസിക്കുന്നത്. പേപ്പട്ടിയെ തല്ലിക്കൊള്ളാൻ ഇവിടെ നിയമമില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇവിടെ ഈ വരുന്ന വലിയ ജനാവലിക്ക് മുഴുവൻ സംസാരിക്കാൻ പ്രധാനമായും ഉള്ളത് ഈ നിലമ്പൂരിലെ പ്രശ്നങ്ങളാണ്, പ്രത്യേകിച്ച് വന്യജീവി പ്രശ്നങ്ങളാണ്. അവരുടെ ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ വളരെ വേഗത്തിൽ പോകുന്നത്. ചോദിച്ചോ. എനിക്ക് ചോദിക്കാനുള്ള LDFിൻ്റെ പ്രതിനിധിയോടാണ്. പിന്നെ നമ്മുടെ നിലമ്പൂരിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാണ്ട്, അതൊക്കെ ഒന്നും പോകുന്നില്ല. നിലമ്പൂരിൻ്റെ കാര്യങ്ങൾ എടുത്താൽ മതി. നിലമ്പൂരിൽ കഴിഞ്ഞ ഈ 2016 UDF അധികാരത്തിൽ വന്നപ്പോൾ ഒരു 29 കോളേജ് അനുവദിച്ചു. ഞാൻ കുറച്ച് മുമ്പ് ഇതേപോലെ അതിന് മറുപടി കിട്ടുന്നില്ല. അന്ന് ഉണ്ടായ ഇതേപോലുള്ള കോളേജുകളിൽ 28 കോളേജുകൾ അനുവദിക്കുകയും അവിടെ പക്ഷെ അതിന് മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന്റെ വിശദാംശം പറഞ്ഞു തരണം. BJPയുടെ പ്രതിനിധിയോട് ചോദിക്കാം. ആദ്യ ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മളൊരു 4 ചോദ്യം കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകാം. പറഞ്ഞു പിന്നെ സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് വിമർശിക്കല്ല, അദ്ദേഹം പരാമർശിച്ചു. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ ഒറ്റ കാര്യമാണ്, ഈ ഓപ്പറേഷൻ സിന്ദൂര് 27 ആളുകൾ കൊല്ലപ്പെട്ടിട്ട് നടത്തിയ ഇന്ത്യയുടെ ആ പ്രതിഷേധം അത് രാജ്യവ്യാപകമായിട്ട് അംഗീകരിച്ചതും അത് പ്രശംസിക്കപ്പെടേണ്ടതും തന്നെയാണ്. അതൊന്നും RSSന് മാത്രം അവകാശപ്പെട്ടതൊന്നുമല്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കറിയോ ഈ പഹൽഗാമിൽ 27 ആളുകൾ കൊല്ലപ്പെട്ടു. ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ എല്ലാ സ്രോതസ്സുകളും കാത്തു സൂക്ഷിക്കുന്ന സൈനിക മേധാവി അടക്കം 44 ആളുകൾ 2019 പുൽവാമയിൽ കൊല്ലപ്പെട്ട സമയത്ത് എന്താ ഇതുപോലെ ഒരു ആക്രമണം ഈ മറ്റേ ലഷ്കർ-ഇ തൊയ്യബയ്ക്കെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേ തീവ്രവാദി സംഘടനകൾക്കെതിരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അതൊരു രാഷ്ട്രീയ പോരാട്ടമായിരുന്നു. ഒന്ന്. ഇനി രണ്ടാമത്തെ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയോ ഈ പോരാട്ടത്തിന് മുഴുവൻ നേതൃത്വം കൊടുത്ത ഇന്ത്യയുടെ അഭിമാനമായി മാറിയ സോഫിയ ഖുറൈശി ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഒരു ആമിനക്കും ഒരു മുഹമ്മദിനും ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തെ തീവ്രവാദികളുടെ സഹോദരി എന്ന് വിളിച്ച ഇന്ത്യയുടെ അപമാനമായി മാറിയ രാഷ്ട്രീയ സംവിധാനമാണ് RSS എന്ന് നിങ്ങൾ മറക്കണ്ട. രണ്ടാമത് സനോജിനോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യം. സനോജ് അദ്ദേഹം കൂത്തുപറമ്പ് സ്വദേശിയാണ്. അദ്ദേഹത്തിന് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം അറിയില്ല എന്നുള്ളത് അദ്ദേഹം ഫസ്റ്റിൽ തന്നെ ഒരു ബെബ്ബെ അടിക്കുന്നത് കണ്ടു. നിലമ്പൂർ ബൈപ്പാസുമായി 2016 PV അൻവർ ഉന്നയിക്കപ്പെട്ട ഫസ്റ്റ് ചോദ്യമാണ്, ആര്യാടൻ്റെ നെറികേടുകൾക്കെതിരെ നമ്മൾക്ക് നിലമ്പൂരിൻ്റെ ശബ്ദം ഉയരണം. അതുകൊണ്ട് ഞാൻ ഇവിടെ LDF അധികാരത്തിലേറിയാൽ, ഞാൻ MLA ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം വേണ്ട, 1 വർഷത്തിനകം നിലമ്പൂർ ബൈപ്പാസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇന്ന് 9 വർഷമായി നിലമ്പൂർ ബൈപ്പാസ്, നിലമ്പൂർ കോളേജ്. ഇതൊക്കെ ഒരു ചോദ്യം പിന്നെ ചോദിക്കരുത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഞാൻ സംസാരിക്കുന്നത് ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഒറ്റ ചോദ്യം മാത്രമാണ്. കർഷകനായിരിക്കുന്ന ഗഫൂറിനെ പിടിച്ചു കൊണ്ടുപോയ കടുവയെ കൂട്ടിലടക്കാതെ വോട്ട് ചോദിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. ഒരു ചോദ്യം സമയമില്ല. ഇവരൊക്കെ ചോദിക്കട്ടെ പെട്ടെന്ന് എല്ലാ വിഭാഗക്കാരുടെയും ചോദ്യം വരണം. അതാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. ഓരിവിടെ 1600 കോടിന്റെ കഥയൊക്കെ അവിടെ പറഞ്ഞു. ഫ്ലക്സിൽ കുറെ ഒതുങ്ങി. ഓര് പറഞ്ഞ 1600 കോടി ഇവിടെ എയർപോർട്ടിനെ ഉണ്ടാക്കാം, ബൈപ്പാസ് പോയിട്ട്. ഒരു നാടുകാണി പരപ്പനങ്ങാടി പാത UDFന്റെ ഭരണകാലത്ത് കൊണ്ടത് പണി തുടങ്ങി പകുതിയിലേറെ വർക്ക് കഴിഞ്ഞതാണ്. അതുപോലെ ഭരണം വന്നതിന് ശേഷം നിർത്തിപ്പോയൊരു കാര്യമാണ്. അതിൻ്റെ എത്ര പകുതി സ്ഥലങ്ങൾ ഇപ്പോൾ റോഡ് വർക്ക്. നാടുകാണി. അതെ അടുത്ത വിഷയം പെട്ടെന്ന് ചോദിച്ചോ. ഇവിടെ മന്യമീനുമായിരുന്നു ജനാധിപത്യ മുന്നണി MPമാരും ഇന്ത്യൻ പാർലമെന്റിന് ഈ സംഭവം അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ട് ആരായതാണ് ഇത് കേന്ദ്ര സർക്കാർ? നിങ്ങളൊരു ചോദ്യം ചോദിച്ചു. ആർക്കുണ്ടോ? ഇനി പിന്നെ മൈക്ക് കിട്ടിയില്ല എന്ന് പറയരുത്. കൊടുക്കും. അവർക്ക് പിന്നെ മൈക്ക് കിട്ടിയില്ല എന്ന് പറയും. അതുകൊണ്ടാണ് UDFന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. വികസനം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ മാനവേദൻ സ്കൂൾ എന്നൊരു സ്കൂളുണ്ട്. 3500ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അതിൽ അന്താരാഷ്ട്ര മിനി സ്റ്റേഡിയം, സ്പോർട്സ് താമസിക്കാൻ പറ്റിയ രൂപത്തിലുള്ള 18 കോടി 26 കോടിൻ്റെ അന്താരാഷ്ട്ര ലെവലിലുള്ള
നാച്ചുറൽ ഗ്യാസോട് കൂടിയ സിന്തറ്റിക് ട്രാക്കോട് കൂടിയ ഒരു വികസനം. ചോദ്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നോണം ഒരു വികസനം. എല്ലാ അവസരത്തിലേക്ക് വരാം. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സിന്തറ്റിക് ട്രാക്കിനെ കുറിച്ചാണ് ഈ വികസനം പറയുന്നത്. അവിടെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാണ്. അവിടെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാണ്. അവിടുത്തെ ചുറ്റുമതിൽ തകർന്നു വീണ് കിടക്കാണ്. നമുക്ക് ഒരുമിച്ച് പോകാം. നമുക്ക് ഒരുമിച്ച് പോകാം. നമുക്ക് പോകാം. 8 കോടിയുടെ ബിൽഡിംഗ് സമുച്ചയം കമ്പ്യൂട്ടറൈസ്ഡ്, പിന്നെ 2 കോടിയുടെ വികസനം എല്ലാം നടന്നിട്ടും. അതെ നമ്മുടെ ചോദ്യങ്ങളാണ് പ്രധാനമായും വേണ്ടത്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാണ് സിന്തറ്റിക് ട്രാക്ക്. ഇവരെല്ലാം ഉണ്ട്. ചുറ്റുമതിൽ ഉൾപ്പെടെ പൊളിഞ്ഞു കിടക്കാണ്. നമുക്ക് ഒരുമിച്ച് പോയി കാണാം. ആരോടാ ചോദ്യം? എല്ലാവരോടും എങ്ങനെയുണ്ട്? പൊളിയായിട്ടുണ്ട്. പിന്നെ വേറെ സംഭവമൊന്നുമില്ല. നിലവിലുണ്ടല്ലോ നമുക്കിപ്പോ ഇവിടെ തല്ലുവിടാനൊക്കെ നല്ല രസമുണ്ട്. ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്തിനാന്നൊക്കെ കൂടെ ചർച്ച നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പൊക്കെ നല്ലതാണ്, നടക്കട്ടെ. ആര്യയുടെ ഷൗക്കത്തിന് ഒരു വിജയസാധ്യത ഉണ്ടായിരുന്നു. നിലമ്പൂരിൽ സ്വരാജ് വന്നപ്പോൾ അത് തീർന്നു. പിന്നെ ഈ ഷൗക്കത്ത് നിലവിൽ ജയിക്കണം എന്ന ആഗ്രഹമൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് പോയത് എപ്പോഴാണെന്നറിയോ? ഈ ചെങ്ങായി PV അൻവർ വന്നു. പകുതി വോട്ട് അവിടെ സ്പ്ലിറ്റ് ആവും. പിന്നെ SDPIയുടെ വോട്ട് ലീഗ് തന്നെ. അതെ ഞാൻ പറയട്ടെ ഒച്ചണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. പറയും നിങ്ങൾ ഒച്ചണ്ടാക്കിയാൽ പറയാം. ലീഗ് തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്നുള്ള സംശയത്തിലാണ് ഇവിടെ എല്ലാവരും. അതുകൊണ്ട് സ്വരാജ് ജയിക്കാനാണ് സാധ്യതകൾ. ഒച്ചണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ലീഗിന്റെ വോട്ട് സ്വരാജിന് പോവും. കോൺഗ്രസിന്റെ വോട്ട് സ്പ്ലിറ്റ് ആവും. സ്വരാജ് കൈപ്പത്തിയിൽ വീഴും. വെറുതെ ശബ്ദം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അദ്ദേഹം ഒരു നിഷ്പക്ഷനായി വന്നു, സ്വരാജിനെ ജയിപ്പിച്ചു പോയി. ഞാനെന്നാ നിഷ്പക്ഷനല്ല, ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഇവിടെ കോൺഗ്രസ്സുകാരെക്കാൾ ലീഗാണ് പണിയെടുക്കുന്നത്. ലീഗോട് വിജയിപ്പിക്കും. ലീഗ് വലിയ പാർട്ടിയാണ് ഇവിടുത്തെ. അതല്ല, അയാൾ പറയുന്നു ലീഗിന്റെ വോട്ട് ഞങ്ങൾ കോൺഗ്രസ്സുകാർ പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പം ഇവിടെ ജയിക്കുന്നത് ഒന്ന് സ്വരാജോ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തോ ഒരു മത്സരമാണ്. അങ്ങനെ ആരും ചെറുതായി കാണുന്നില്ല. ഇത് ജനാധിപത്യമാണ്. അതായത് ഇവിടെ ഈ നാട്ടിൽ പാർട്ടി ഗ്രാമങ്ങൾ ഒരു പാർട്ടിക്കില്ല. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ചന്തക്കുന്നുകാരനാണ്. ഈ ചന്തക്കുന്നിലെ ആ ടാക്സ് സ്റ്റാൻഡ് നോക്കൂ, വികസനമാണത്. ആ സ്റ്റാൻഡ് നിൽക്കുന്നത് തൂണിന്റെ അടിയിലെ ഭാരമല്ല, മുകളിലത്തെ ഭാരം കൊണ്ടാണ്. ഇവിടെ MLA ആയി സ്വരാജോ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തോ വന്നാൽ ഇവിടെ ഈ ബസ് സ്റ്റാൻഡിന്റെ പണി പൂർത്തീകരിക്കുവാൻ കഴിയുമോ? ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ പരാജയമാണ് പറയാനുള്ളത്. ഇവിടെ ഈ മുനിസിപ്പാലിറ്റി ഈ വാർഡിൽ ഇപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശത്തെ വികസനമാണ് നിങ്ങൾ കാണുന്നത്. ആ റോഡിലേക്കൊന്ന് ഇറങ്ങി നോക്കൂ. 7 മണിക്ക് ശേഷം അവിടെ നിന്ന് പോകാൻ കഴിയില്ല. ഇവരുടെ മറുപടിയിലേക്ക് നമുക്ക് പോകണം. കാരണം ഇനി ഇവരുടെ മറുപടിയിലേക്ക് പോകണം. ഇനി മൈക്ക് കിട്ടിയില്ല, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു എന്ന് പറയും. ബാബാ ചോദിക്കുക. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിന്റെ പ്രതിനിധി പറഞ്ഞത് 1000 വീട് വെച്ച് നൽകിയെന്ന 2019 കവളപ്പാറ ദുരന്തത്തിന്റെ പേരിൽ കേരള ജനതന്റെ അടുത്തുനിന്ന് പിരിപ്പിച്ചെടുത്തതില് എത്ര വീടുകൾ അവിടെ വെച്ച് നൽകി? അങ്ങനല്ല, ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾ ഇന്ന് 69 രൂപ 70 രൂപയിലിടുന്ന ഓയിലിൽ നിന്ന് 150 രൂപ കൊടുക്കണം. 165 രൂപ ഏറ്റവും ക്വാളിറ്റി. മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ ഭരിക്കുന്നത്. 9 വർഷക്കാലം കൊണ്ട് വില നിയന്ത്രണത്തിന് എന്തൊക്കെ ക്ലിയർ ആണ്. ഇനി മൈക്ക് കിട്ടിയില്ല എന്ന് പറയരുത്. സുഹൃത്തുക്കൾ പറഞ്ഞു എല്ലാവർക്കും മൈക്കുണ്ട്. മൈക്ക് കിട്ടിയില്ല. ആര്യാടൻ MLA ആയി വന്നതിന് ശേഷം ഒന്നും കൊടുത്തിട്ടില്ല. ഇവർ ഈ പറയുന്ന ഹെൽത്ത് സെന്ററുകളും RTO ഹോസ്പിറ്റൽ മറ്റ് പല സംവിധാനങ്ങളും ആര്യാടൻ മുഹമ്മദ് കൊടുത്തു തന്നെയാണ്. അവിടെ നിന്ന് കണ്ടാണ് ഇവർ ഈ ഡയലോഗ്. എന്നാലും ഇനി ഞാൻ ഈ ചോദ്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ അവസരത്തിലേക്ക് പെട്ടെന്ന് വരികയാണ്. ആ അവസരങ്ങൾക്ക് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി തന്ന് നമ്മൾ ആദ്യത്തെ ആ ഓർഡറിൽ തന്നെ അങ്ങ് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഈ താങ്കൾക്ക് നേരെ ചോദ്യങ്ങളൊന്നും വന്നിരുന്നില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത് കൺക്ലൂഡ് ചെയ്യണം. ഈ പറയുന്ന അതായത് പ്രധാനമായും അൻവർ ഒരു വിജയ സാധ്യതയിലേക്ക് തന്നെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇതുവരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയാത്ത മാറ്റങ്ങളാണ് ഇവർ ചോദിക്കുന്നത്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യമായിക്കോട്ടെ, ബൈപ്പാസിൻ്റെ കാര്യമായിക്കോട്ടെ, ഇങ്ങനെയുള്ള പ്രാദേശിക വികസന പ്രശ്നങ്ങൾ ചോദിക്കുന്നു. വന്യമൃഗശല്യം ആ വിഷയത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ വികസന വിഷയങ്ങൾ ഏറ്റവും ലൈവായിട്ടുള്ള വിഷയം എന്താണ്? വന്യജീവി ആക്രമണം. വന്യജീവി ആക്രമണത്തിന്റെ പേരിൽ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചു എന്ന് പറഞ്ഞ് കേരളത്തിൽ പിടിക്കപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ട ഏക MLA PV അൻവറാ. ഗഫൂറിനെ പുലി പിടിച്ചപ്പോഴ് നേരെ ഫോറസ്റ്റ് ഓഫീസിൽ പോയത് ഈ പറയപ്പെടുന്ന ആര്യാടൻ ഷൗക്കത്തോ അല്ലെങ്കിൽ സ്വരാജോ അല്ല, അത് PV അൻവറാണ്. സ്വാഭാവികമായിട്ടും പോകണമല്ലോ. എല്ലാവരും പോയില്ലേ? മലയോര കർഷകരുടെ വിഷയത്തിൽ, മലയോര നിവാസികളുടെ വിഷയത്തിൽ വളരെ ആർജവത്തോടു കൂടി വനം മന്ത്രി ശശീധരന്റെ മുഖത്ത് നോക്കി അദ്ദേഹം പങ്കെടുത്ത പരിപാടികളിൽ ആരെ കുറിച്ച് വേണമെങ്കിലും അങ്ങനെ എന്തെല്ലാം വേണമെങ്കിലും പറയാം. പക്ഷേ കാര്യം നടക്കണം. വിഷയാധിഷ്ഠിതമായി മൂപ്പര് വിഷയങ്ങൾ. ഇനി താങ്കൾക്ക് നേരെ വന്ന ചോദ്യം അതിനകത്ത് അത് കൃത്യമായ ഉത്തരം വേണ്ട വിഷയങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. അതിലേക്ക്
പുൽവാമ ആക്രമണത്തിന് മറുപടി കൊടുത്തില്ല എന്ന് പറയരുത്. ബാലാക്കോട്ട് ആക്രമണം നടത്തി. പക്ഷേ പുൽവാമ ആക്രമണത്തിന് ശേഷവും ആഭ്യന്തരമന്ത്രി രാജിവെച്ചില്ല. എന്നോട് ചോദിച്ച ആള് കോൺഗ്രസിന്റെ പദ്ധതിയാണ്. പക്ഷേ 2008 മുംബൈ ആക്രമണം നിങ്ങൾ മറന്നുപോയി. 167 പേര് മരിച്ചു. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഈ രാജ്യത്തിന് കഴിഞ്ഞു? അതിനുശേഷം 16 വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പ്രതിയെ അമേരിക്കയിൽ നിന്ന് രാജ്യത്ത് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് വീണ്ടും ആക്രമണം നടത്തിയത്. ഇനി എല്ലാ ആക്രമണവും ഉറി, പുൽവാമ, പഹൽഗാം, ഈ 3 ആക്രമണങ്ങൾക്കും ശക്തമായ മറുപടി കൊടുത്തു. അതല്ല വിഷയം. ഇവിടെ വികസനത്തെ കുറിച്ച് പറഞ്ഞു. അതിനകത്തൊരു പ്രശ്നമുണ്ട്. നിങ്ങളെ അതായത് മധ്യപ്രദേശിലെ മന്ത്രി തന്നെയാണ് ഭീകരവാദികളുടെ സഹോദരി എന്ന് അത് ഞങ്ങൾ ഓൺ ചെയ്തിട്ടില്ലല്ലോ. അത് ഞങ്ങൾ ഓൺ ചെയ്തിട്ടില്ലല്ലോ. അല്ല, കേസെടുക്കാൻ കോടതി പറഞ്ഞിട്ടും നടപടികളിലേക്ക് കടന്നില്ല എന്നുള്ള സാഹചര്യമുണ്ട്. കേസെടുക്കാൻ കോടതി പറഞ്ഞിട്ടും നടപടികളിലേക്ക് കടന്നില്ല. എടുക്കണം. അങ്ങനെ ഞങ്ങളെ പോലെ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയിൽ ഏതെങ്കിലും കോടതി പറഞ്ഞ നടപടി എടുക്കാന്നാണോ? അത് പാർട്ടിയുടെ നിലപാടൊന്നുമല്ല. അല്ല, നിങ്ങളോട് തന്നെ പറയണേ. എന്റെ സുഹൃത്ത് ഈ പ്രവർത്തകനോടാണ് ഞാൻ പറയണേ, അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടല്ല. ഞങ്ങൾ ഓൺ ചെയ്തിട്ടില്ല. കൃത്യമാണ് മറുപടി. നിങ്ങൾ ശശി തരൂരിനോട് കാണിച്ചത്, നിങ്ങൾ ശശി തരൂരിനോടൊപ്പം നിന്നോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. രാജ്യത്തിന്റെ കാര്യം വിശദീകരിക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോയ ശശി തരൂരിനെ നിങ്ങൾ പറയുകയാണ്. രാഹുൽ ഗാന്ധി ശശി തരൂരിനോട് കാണിച്ച നെറുകേടിന്, അദ്ദേഹത്തിനോടുള്ള നിലപാടിനെതിരായി വോട്ട് നിലമ്പൂരിലെ ആളുകൾ ചെയ്യും. ഒറ്റ കാര്യം, വികസനത്തിന്റെ കാര്യമാണ് ഇവിടെ ചർച്ചയെങ്കിൽ നിലമ്പൂരിലെ ജനങ്ങൾക്ക് വികസനം കാണാൻ ഒറ്റ സ്ഥലത്ത് പോയാൽ മതി. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അടിപ്പാത, ബിൽഡിംഗ്, മേൽപ്പാലം, വൈദ്യുതി പോയി നോക്കി. 10 വർഷം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വികസനം നടന്നിട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ആത്മാർത്ഥമായിട്ട് രാഷ്ട്രീയം നിങ്ങൾ പറയായിരിക്കും. അവിടെ പോയി കണ്ടാൽ വികസനം അത് അവിടെ കാണാം. തൊട്ടടുത്താണ്, നമുക്ക് പോവാം. ഞാനൊപ്പം വരാം. ഇവിടെ എൻ്റെ അടുത്ത് വന്നൊരു ചോദ്യം നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ ഉണ്ടാക്കിയ സിന്തറ്റിക് ട്രാക്കിനെ കുറിച്ചാണ്. ഞാൻ എന്നോട് ചോദ്യം ചോദിച്ച സുഹൃത്തിനെയും കൊണ്ട് ഈ ചർച്ച കഴിഞ്ഞ് മലയാളം ന്യൂസിനെയും ചേർത്ത് അവിടെ പോകാൻ തയ്യാറാണ്. പൊട്ടിപ്പൊളിഞ്ഞ സിന്തറ്റിക് ട്രാക്ക് കാണിച്ചു തരാം, പൊട്ടിപ്പൊളിഞ്ഞ ചുറ്റുമതിൽ കാണിച്ചു തരാം. എല്ലാം കൊണ്ട് അഴിമതി നടന്നിട്ടുള്ള ഒരു പദ്ധതിയാണത്. ആ പദ്ധതിയിൽ അവർക്കിവിടെ കാണിക്കാറുള്ളൂ. മറ്റൊന്നുകൂടി സൂചിപ്പിക്കുന്നു, ഇവിടെ BJP സ്ഥാനാർത്ഥി ഇവിടെ അവർ ഒരു ന്യൂനപക്ഷ സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥി വെച്ചിട്ടുള്ളത്. ആ സമയത്ത് ഇവിടെ മോഹൻ ജോർജിനെ തലോടുകയും അവിടെ ഇൻഡോറിലും ലക്നൌവിലും പാവപ്പെട്ട പുരോഹിതന്മാരെ കെട്ടിയിട്ട് തല്ലുന്നു. തൃശ്ശൂരിലെ 90 വയസ്സുള്ള ഒരു വയോധികനായ പുരോഹിതരെ കെട്ടിയിട്ട് തല്ലിയ ഒറീസയിലും ഡൽഹിയിലും എല്ലാം ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നുണ്ട് കേട്ടോ. ഈ ഫ്രിഞ്ച് എലമെന്റ്സ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒറീസയിലും ബീഹാറിലും ഒക്കെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നത്. കണ്ണടച്ചിട്ടാക്കരുത്. മന്ത്രിമാർ MP-മാരുടെ നേതൃത്വത്തിലാണ് പുരോഹിതന്മാരെ അടിച്ച് വശംവദനായിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലെ MP ആയിട്ടുള്ള മന്ത്രിയായിട്ട് സുരേഷ് ഗോപി, തൃശ്ശൂരിലെ ഇതാണ് നിങ്ങളുടെ മതന്യൂനപക്ഷങ്ങളെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്നുള്ള ആക്ഷേപം പിൻവലിക്കണം. എനിക്കൊരു കാര്യം ഈ 4 വികസന കാര്യങ്ങളെ കുറിച്ച് സനോജ് മറുപടി പറയണം. എത്രയെന്ന് ചോദിച്ചാൽ വികസന കാര്യങ്ങളെ കുറിച്ച് തന്നെ പറയണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ഈ കേരളത്തിലെയും ഈ മണ്ഡലത്തിലെയും സമഗ്രമായ വികസന കാഴ്ചപ്പാടുകളും കാര്യങ്ങളും പറയാൻ തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് ഇവിടെ എന്ത് ചെയ്തു? ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് അവസരമാണ്. ഞാൻ ഷബീർ അലി പറയുമ്പോൾ അത് അന്തസ്സില്ലായ്മയാണ്. നിങ്ങൾ പറയുമ്പോ ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പറയുമ്പോ ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ എന്തിനാ അസ്വസ്ഥമാവുന്നത്? നിങ്ങൾ എന്തിനാ അസ്വസ്ഥമാവുന്നത്? ഞാൻ പറഞ്ഞത് കേരളത്തിൽ
ഏറ്റവും കൂടുതൽ വീട് നിർമ്മിച്ചു കൊടുത്ത ഒരു പഞ്ചായത്തിന്റെ പേര് അമരമ്പലം പഞ്ചായത്ത് എന്നാണ്. ആ പഞ്ചായത്തിന്റെ ഭരണസമിതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. 1000 വീട് നിർമ്മിച്ചു കൊടുത്തു. കേന്ദ്രത്തിന്റെ 70,000 രൂപ 70,000 കഴിച്ച് ബാക്കി മുഴുവൻ തുകയും കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് ആണ്. പോട്ടെ ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ 1535 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഞാൻ വേണമെങ്കിൽ പറയാൻ തയ്യാറാണ്. മറ്റൊരു കാര്യം, കോൺഗ്രസിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നിങ്ങളങ്ങ് കൂത്തുപറമ്പല്ലേ, നിങ്ങൾ എങ്ങനെയാ ഇവിടെ വന്നിട്ട് കാര്യം പറയാൻ? ഡൽഹിയിലുള്ള ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രിയങ്കാ ഗാന്ധിക്കൂടെ മത്സരിക്കാം. കൂത്തുപറമ്പിൽ ഇടയ്ക്കൂടെ വന്നുകൂടാന്നാ പറയുന്നത്. പറയട്ടെ. പിന്നൊരു കാര്യം, ലീഗിന്റെ അനുഭാവികൾ, ലീഗിന്റെ വോട്ടർമാർ കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല. ഒരു സഹോദരൻ അവിടെ പറഞ്ഞു, എന്തുകൊണ്ട് ചെയ്യില്ല? പാണക്കാട്ടെ തങ്ങൾ തറവാട്ടിൽ പോലീസ് കയറണമെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഈ ആര്യാടൻ ഷൗക്കത്ത്. പാണക്കാട് തങ്ങൾ തറവാട്ടിൽ പോലീസ് എന്തുകൊണ്ട് കയറുന്നില്ല? തങ്ങൾമാരെ ഇവരൊന്നും സാധാരണ ലീഗിന്റെ അണികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവരുടെ VS ജോയിയുടെ ഒരു വിഭാഗം പ്രത്യേകം നമുക്ക് സമയമില്ല. ചോദ്യങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം ഇവിടെ വന്നു എന്നുള്ളത് ഇവിടുത്തെ വോട്ടർമാർക്ക് അറിയാം, ഇവിടുത്തെ പ്രേക്ഷകർക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. തൽക്കാലം നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സരോജ, ഇനി അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ബാക്ക് ടു സ്റ്റുഡിയോ.